നമസ്കാരം, വെൽക്കം ടു ഗ്രോത്ത് ടോക്സ്. ഞാൻ സുബിലാൽ, യുവർ ഗ്രോത്ത് മാസ്റ്റർ. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള, വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അനൂപ് എന്നാണ്. അദ്ദേഹത്തിന് കേരളത്തിലും ദുബായിലുമായിട്ട് കൺസൾട്ടിങ് ഫേംസ് ഉണ്ട്. അപ്പൊ നമുക്ക് അദ്ദേഹത്തിനെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഗ്രോത്ത് ടിപ്സ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ശ്രീ മുഹമ്മദ് അനൂപ് ജി, വെൽക്കം. താങ്കൾ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് മുഹമ്മദ് അനൂപ്. ഞാൻ കേരളത്തിൽ അറിയപ്പെടുന്നത് റാദി ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന കമ്പനിയും, ദുബായിൽ ഞങ്ങളുടെ ഫേം ട്യൂർ മാർക്കറ്റിംഗ് ഓപ്പറേഷൻ മാനേജ്മെന്റ് എന്ന കമ്പനിയാണ്. രണ്ട് കമ്പനിയും ചെയ്യുന്നത് ഒരൊറ്റ കാര്യമാണ്, കൺസൾട്ടൻസി ഫേമാണ്. എന്താണ് കൺസൾട്ടൻസി എന്ന് ചോദിച്ചാൽ പലർക്കും അറിയാത്തൊരു കാര്യമാണ്. എന്താണ് കൺസൾട്ടൻസി? അതിന് പലർക്കും ഒരു വ്യക്തത ഇല്ലാത്തൊരു കാര്യം. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഒരു ബിസിനസ്സിന് ഒരു ഗൈഡ് ലൈൻസ്, അതിന് നേരായ ദിശയിലേക്ക് എത്തിക്കുന്നതിന് ഒരു കൺസൾട്ടന്റിന്റെ സഹായം ആവശ്യമാണ്. പ്രധാനമായിട്ട് നമ്മളൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ പോകും, ഡോക്ടറെ അടുത്ത് പോകും. ഈ ഡോക്ടർ എന്ത് ചെയ്യും? പ്രിസ്ക്രിപ്ഷനിൽ മരുന്ന് തരും, അത് നമ്മൾ കഴിക്കുന്നു അല്ലേ? ഇതുപോലെ തന്നെ ബിസിനസിന്റെ ആളുകൾക്ക് പലർക്കും പല അസുഖങ്ങളുണ്ട്. ഇത് കണ്ടെത്തുക എന്നുള്ളതാണ് ഒരു ബിസിനസ് കൺസൾട്ടന്റിനെ സംബന്ധിച്ചോളം ഒരു കാര്യം എന്ന് പറയുന്നത്. അതിന് വേണ്ട മാർഗനിർദ്ദേശം, സൊല്യൂഷൻസുകളാണ് ഞങ്ങൾ നൽകുന്നത്. അവിടെ മറ്റുള്ള സൈഡിൽ ഡോക്ടർ മരുന്ന് നൽകുമ്പോൾ ഇവിടെ ഞങ്ങൾ സൊല്യൂഷൻസ് നൽകുന്നു, ബിസിനസ് സൊല്യൂഷൻസ് നൽകുന്നില്ല. അത് ഞങ്ങളുടെ മറ്റുള്ളവരുമായിട്ടുള്ള ഡിഫറൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ അവരിപ്പോൾ റിപ്പോർട്ട് ഇപ്പോൾ ബിസിനസ് പ്ലാൻ തരാം, ആ പ്ലാൻ തന്ന് നിങ്ങളുടെ സ്ഥലം പറയുന്ന ഒരു കറക്റ്റാണ്. പല കൺസൾട്ടൻസിന് ആരെ കുറ്റം പറയുന്നത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒപ്പം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഞങ്ങൾ അവരൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിന്റെ ഒരു ക്വാളിറ്റി. താങ്കൾക്ക് ഇപ്പോൾ കേരളത്തിലും ദുബായിലും ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ ക്ലയൻസ് തന്നെ സൗദി അറേബ്യയിൽ ക്ലയൻസ് ഉണ്ട്, ഒമാനിലെ ക്ലയൻസ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഖത്തറുമായിട്ട് അടുത്തൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യാൻ പോകുന്നു. ഇതാണ് നമ്മുടെ ഒരു. താങ്കൾ എങ്ങനെയാണ് ഒരു ബിസിനസ് കൺസൾട്ടിങ് ഫേമിലേക്ക് വരുന്നത്? എന്താണ് ഏർലി ലൈഫ്? എൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റോറി എന്ന് പറയുന്നത് ഞാനൊരു സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 250 രൂപ കമ്മീഷൻ വ്യവസ്ഥയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു ഞാൻ. അതിന് മുന്നേ പറയുകയാണെങ്കിൽ ഞാൻ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഒരു ഫ്ലോർ മിൽ ഉണ്ടായിരുന്നു. ഈ ഗ്രാൻഡ് ഫാദറിന് കൂട്ടിക്കെടുക്കുക. ഞാൻ പഠിക്കുന്ന കാലത്ത് കൂട്ടിക്കെടുക്കും വെറുതെ ഇരിക്കേണ്ടെന്ന് വിചാരിച്ച് തുറന്നു. ഒരു കസ്റ്റമറും ഇല്ല. അപ്പം ഞാൻ അവരോട് തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റുകളിൽ പോയിട്ട് അവരെ പൊടിക്കേണ്ട സാധനങ്ങൾ വാങ്ങിച്ച് അവിടെ പൊടിക്കുക, അത് ഏൽപ്പിക്കുക. ഇങ്ങനൊരു സിസ്റ്റമായിരുന്നു ഞാൻ ചെയ്തത്. ഇതിൽ നിന്ന് പലർക്കും പഠിക്കേണ്ട കുറച്ച് പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് എടുക്കാൻ പറ്റും. കാരണം നമ്മളൊരു ബിസിനസ്സിനെ കാണേണ്ട ഒരു ദീർഘവീക്ഷണത്തിലൂടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. നമുക്ക് ഒരു സഡൻ പണം ഉണ്ടാക്കണം എന്ന രീതിയിൽ ആരും ബിസിനസ്സിലേക്ക് വരരുത് എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയൊരു അഡ്വൈസ് കൊടുക്കുന്നത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്ക് വളരാൻ പറ്റും. ഞാൻ ഈ ഫ്ലോർ മില്ലിന്റെ പൗഡർ പൊടിച്ചിട്ട് അവിടെ കൊണ്ടുപോയി, ഞാൻ തന്നെ പൊടി വാങ്ങും, അവിടെ കൊണ്ടുപോയി കൊടുക്കും. പക്ഷെ 3 രൂപ കിട്ടിയിരുന്നു അന്നത്തെ കാലത്ത്. ഇതെന്താണ് അത് എനിക്ക് തോന്നുന്നു ഒരു 92, 93 ആ ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. 91 അങ്ങനെയൊക്കെ ഉള്ളൊരു 9, 8, 9 ആ ഒരു സ്റ്റേജിലുള്ള ഒരു കാലഘട്ടത്തിലുള്ള പഠിക്കുന്ന 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നതാണ് ഈ സംഭവം. അപ്പൊ ഇത് മാത്രം ഒരു 3 രൂപയ്ക്ക് നിന്നിട്ട് നമുക്ക് പോലല്ലോ. അപ്പൊ ഇതിനെ കുറിച്ച് ഫ്ലോറിനെ കുറിച്ച് എന്തെങ്കിലും അറിയുന്ന ഒരാളാണെങ്കിൽ തിരക്കില്ല. എനിക്കിതിന് പൊടിപ്പിക്കാൻ പോലും അറിയില്ല എന്നുള്ള മെഷീൻ ഇട്ട ഓടുമെന്നല്ലാതെ ഇത് പിന്നെ പഠിച്ചെടുത്തപ്പോൾ ഇതും ബിസിനസ് വരണല്ലോ. അങ്ങനെ ഞാൻ ഈ കുട്ടികളെ ആകർഷിക്കുന്നത്, സ്കൂൾ തൊട്ടടുത്തായതുകൊണ്ട് കുട്ടികളെ എല്ലാവരും ഇങ്ങനെ നടന്നു പോകുന്ന ഒരു പാസേജ് ആയതുകൊണ്ട് നമ്മൾ അവരെ ആകർഷിക്കാൻ വേണ്ടി അന്നത്തെ കാലത്തെ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മാഗസിനുകൾ, ബാലരമ, പൂമ്പാറ്റ, ഇങ്ങനത്തെ പുസ്തകങ്ങൾ കൊണ്ടുവച്ചു. ആ പുസ്തകങ്ങൾ വായിക്കാൻ കുട്ടികൾ വന്നു. അതൊക്കെ കുട്ടികളുടെ എണ്ണം കൂടുന്നുണ്ട്, പക്ഷെ സെയിലും അതേപോലെ തന്നെ. മദറാണ് എന്നെ അതിനൊരു വളരെ സപ്പോർട്ട് ചെയ്തത്. ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല, നീ പോയിട്ട് കൂട്ടിക്കയറി, ഇതുവരെ കുട്ടികൾക്ക് പുസ്തകം വായിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറയും. അങ്ങനെ ഞാൻ അതിനെ കുട്ടിയെടുത്ത് പുസ്തകം വായിച്ചു. പൊടിക്കാൻ കൊണ്ടുവന്നവർക്ക് മാത്രം ഈ ഒരു ബുക്ക് വായിക്കണം. അപ്പൊ കുട്ടികളെന്ന് ചോദിച്ചാൽ അവര് എൻഗേജ്ഡായി, എഡിക്റ്റഡായി ഈ ഒരു ബുക്കിൽ. അന്നത്തെ കാലം, ഇന്ന് എല്ലാവരും മൊബൈലിലാണ്, പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ ഈ പാറ്റമ പൂമ്പാറ്റ പോലുള്ള പുസ്തകങ്ങളായിരുന്നു ഇമ്പോർട്ടൻറ്റ്. അതിലൊരു ഹാബിറ്റ് ഫോം ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്നത്തെ തലമുറകൾക്ക് ശരിക്കും വായനശീലം ഇല്ല എന്നുള്ളതാണ്. അത് നഷ്ടപ്പെടും. പക്ഷേ വായന ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം. നമുക്ക് പുള്ളി പഠിക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും ഇന്ന് അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിലും ഉണ്ട്,
പക്ഷെ ആളുകൾ മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു. ഞാൻ ഇതിനെടുത്ത് ഇങ്ങോട്ട് ബിസിനസ്സിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോൾ എനിക്ക് സെയിൽസ് വന്നു. പക്ഷെ ആ സെയിൽസിന് ഇമ്പ്രൂവ്മെന്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെ ചെയ്തത് ഒരു ഇൻവോയ്സ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്തിട്ട് 10 ബിൽ, അതായത് ഫ്ലോർ മില്ലിൽ പൊടിക്കാൻ വരുന്നവർക്ക് 3 രൂപ ബില്ല് കൊടുക്കും. അതൊന്നും അന്നത്തെ കാലത്ത് അവർ ചെയ്യുന്നില്ല. നമ്മളത് കൊടുത്തിട്ട് 10 ബില്ലാക്കുന്നവർക്ക് സമ്മാന പദ്ധതിയാക്കി. അപ്പൊ അത് കുട്ടികളാണ് വരുന്നത്. അപ്പൊ കൊടുക്കുന്ന സമ്മാനം എന്ന് പറഞ്ഞാൽ പെന്ന്, പെൻസിൽ മുതൽ കൺമഷി മുതൽ കുട്ടികളായിരുന്നു നമ്മുടെ ടാർഗറ്റഡ് കസ്റ്റമർ ഉണ്ടായിരുന്നു. കാരണം അവർക്ക് അവരെ ആകർഷിക്കും. പിന്നെ മുതിർന്നവരെ ആകർഷിക്കാൻ വേണ്ടി ഞാൻ പിന്നെ ചെയ്തത് മംഗള മനോരമ മാഗസിനുകൾ, ന്യൂസ് പേപ്പർ. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തപ്പോൾ ഞങ്ങൾ TV വെച്ചു കൊടുത്ത് മൂവി കാണല്, ന്യൂസ് കാണല്. അപ്പം ഞങ്ങളുടെ ക്ലയൻസിന്റെ എണ്ണം കൂടി. അത് ചുറ്റുപുറം എനിക്കൊരു ഞങ്ങളുടെ സറൗണ്ടിൽ 4-5 ഫ്ലോർ മില്ലുള്ളതിൽ അന്ന് ഞങ്ങൾ ഈ ഒരു സ്ട്രാറ്റജി എടുത്തതിന്റെ പേരിലാണ് ഇന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ മോണോപ്ലേറ്റ്, മറ്റുള്ളെല്ലാവരും പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്ന ഇന്ന് തന്നെ എന്റെ ഫാദറും ബ്രദറും ആണ് ഇത് നോക്കുന്നത്. അവരൊന്ന് അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് സർവീസ്, ഡേ നൈറ്റ് സർവീസ് ചെയ്ത് കൊടുക്കുന്നു, നന്നായി കെയർ ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ആ ബിസിനസ്സിലേക്ക്. ഇതിന്റെ കൂട്ടത്തിൽ ഞാനൊരു മെഷീനിലേക്ക് എത്തുന്നത് ഫ്ലോർ മില്ലിൽ കണക്റ്റഡ് ആയിട്ട് ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചു എങ്ങനെ ഫ്ലോർ മില്ല് അന്നത്തെ കാലത്ത് അങ്ങനെയാണ്. അപ്പോഴാണ് മെഷീനെ കുറിച്ച് പഠിക്കുന്നത്. ഞങ്ങളുടെ ഒരു പുതിയൊരു ഇന്നോവേഷൻ മെഷീൻ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. നമസ്തേ എന്ന് പറഞ്ഞ തൃശ്ശൂരിലൊരു കമ്പനിയാണ്. അപ്പോൾ സുരേഷ് റെപ്രസെൻറ്റേറ്റീവ്സ് വന്നു, പുള്ളി എനിക്ക് മെഷീൻ തന്നു. ആളിനെ ഇത് തന്നു. ഞാൻ 250 രൂപ പെർ മെഷീൻ. ഞാൻ 250 രൂപ ഓക്കെ. നമ്മൾ അന്നത്തെ കാലത്ത് 250 വലിയൊരു എമൗണ്ട് ആണ്. അത് മാത്രമല്ല നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ, നമ്മൾ പഠനവും അതിന്റെ കൂട്ടത്തിൽ ഇത് കൊണ്ടു നടക്കുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഫ്ലോർ മില്ലിന്റെ മെഷീനറി കിട്ടി. അതും അന്നത്തെ കാലത്ത് 5000 രൂപയുടെ പൾവറൈസർ ഞാൻ 8000 രൂപ വെക്കുന്നത്. ഇതിൽ തന്നെ 3500 രൂപ കോസ്റ്റ്. സുരേഷിന് 1000 രൂപ കമ്മീഷൻ വേറെ ഇരിക്കുന്നുണ്ട്. ഇത് സുരേഷ് ഇവിടെ 8000 രൂപ കൊടുക്കുന്ന ബില്ല് നമസ്തേ അറിയുന്നില്ല എന്നുള്ളതാണ്. പിന്നെ ഇൻവോയ്സ് അന്നത്തെ കാലത്ത് ബാങ്കുകൾക്കുള്ള ഇൻവോയ്സ് മാത്രമാണ് സത്യത്തില് നമസ്തേ അറിയുന്നത്. പക്ഷെ ബാങ്കുകൾ വഴി ഞങ്ങൾ ഏറ്റവും കൂടുതൽ സെല് ചെയ്തു. അങ്ങനെ നമസ്തേ കമ്പനിയുടെ ടോണി എന്ന് പറഞ്ഞ പുള്ളി എന്നെ കാണുന്നു. അങ്ങനെ ഇതിന്റെ യാഥാർത്ഥ്യം പറയുന്നത് ഇതിന്റെ കോസ്റ്റ് ഇത്ര ആയിരുന്നു, ഞാൻ ഇത്രയൊക്കെ സെല് ചെയ്തിരുന്നല്ലോ. ടോണി പറയുമ്പോഴാണ് ഞാൻ അറിയുന്നത് ഈ കോസ്റ്റ് എത്രയായിരുന്നു. പക്ഷെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഞാനെപ്പോഴും നമ്മളെപ്പോഴും പ്രൈസ് ഒരിക്കലും കസ്റ്റമറും എല്ലാവരും പറയും നമ്മൾ ബിസിനസ് കിട്ടുന്നത് പ്രൈസ് കുറക്കണം. അത് തെറ്റായ മനോഭാവമാണ്. നമ്മൾ ബെസ്റ്റ് സർവീസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ക്വാളിറ്റി ഉള്ള ഒരു പ്രോഡക്റ്റ് കൊടുത്ത് ബെസ്റ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രൈസ് കോംപ്രമൈസ് ചെയ്യപ്പെടും. കസ്റ്റമേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് എത്രയാണ് ബെസ്റ്റ് സർവീസ്, ടെൻഷൻ ഫ്രീ ആയിരിക്കണം അല്ലേ, നല്ല സർവീസ് കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ 2 ടൈപ്പ് ഓഫ് ബിസിനസ് കൊടുക്കും, ഒന്ന് സർവീസ്, ഒന്ന് പ്രോഡക്റ്റ്. ഇത് രണ്ടിനും നമ്മൾ ബെസ്റ്റ് ആയിട്ട് കൊടുത്ത് നല്ല സർവീസ് അല്ലെങ്കിൽ നല്ല പ്രോഡക്റ്റ് കൊടുത്ത് നല്ല പ്രൈസിന് കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ ഉണ്ടെന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഫോളോ ചെയ്തു. അങ്ങനെ ഞാൻ ആ മെഷീനറി വാങ്ങി വെക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. അപ്പൊ ഞാൻ അന്നത്തെ കാലത്ത് ഇൻഡോ മെഷീൻ അത്രയും ആ മെഷീനറി വാങ്ങാൻ മാത്രം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഞാനൊരു ഫ്ലോർ ബില്ല് കൊടുത്തു 1000-ന് മുകളിൽ ഫ്ലോർ ബില്ല് കൊടുത്തിട്ടുണ്ട്. ഓൾ കേരള 1000-ഓളം ഫ്ലോർ മിൽസ് ആണ്. അത്രയും മെഷീനറിയുടെ ഒരു ഓളി ഞാൻ ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ അതിന്റെ ഇടയ്ക്ക് തന്നെ ഞാനിതിലും നമസ്തേ ഡയറക്റ്റ് ആയി. അപ്പോ എനിക്ക് 2000-3000 രൂപ കമ്മീഷൻ മാർജിൻ കൂടി. അപ്പൊ ഞാൻ എന്താ വെച്ചാല് ഞാൻ പുള്ളിയോട് പറഞ്ഞു എനിക്ക് മെഷീൻ തരും, നിങ്ങളൊരു സെക്കൻഡ് പ്രൈസ് തരും, മെഷീൻ തരും. അതിനുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു. ഈ മെഷീനറി ഏത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഒരാളാണ്. അങ്ങനെ ഞാൻ ഇൻഡോ മെഷീൻസ് എന്ന ഫേം സ്റ്റാർട്ട് ചെയ്തു. അതിലേക്ക് സ്റ്റിക്കർ ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഇൻഡോ മെഷീൻസ് എന്റെ സ്വന്തം ബ്രാൻഡ് വാങ്ങി. നമ്മൾ ഒരിക്കലും നമ്മൾ വിചാരിക്കും ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ടെങ്കിൽ തന്നെയാണ് നമ്മളൊരു മാനുഫാക്ചർ ആവുക. അങ്ങനെയല്ല. നമ്മളൊരു പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത് നല്ല പ്രൊഡക്റ്റിനെ സെലക്ട് ചെയ്ത് നമ്മൾ ആദ്യം ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം മാനുഫാക്ചറിലേക്ക് പോകും. പലരും പോകുന്നത് ആദ്യം മാനുഫാക്ചറിങ് തുടങ്ങും, എന്നിട്ട് നടുവിൽ നിന്ന് അവൻ വീഴുക ചെയ്യുന്നത്. അങ്ങനെയല്ല. നമ്മളെ പ്രൊഡക്റ്റിന് ഒരു ബ്രാൻഡ് ഉണ്ടാക്കാം. ഞാൻ ചെയ്തത് അങ്ങനെയാണ്. ഞാൻ ചെയ്തത് എന്റെ പ്രൊഡക്റ്റിനെ ആദ്യം വാങ്ങി വിറ്റു, സ്റ്റിക്കർ ഒട്ടിച്ചു. ഇതിൽ ഞാൻ എനിക്ക് മറ്റുള്ളവർക്ക് എന്തുകൊണ്ട് വ്യത്യസ്തനായതെന്ന് വെച്ചാൽ 3 മാസം കൂടുമ്പോൾ ഫ്രീ സർവീസ് എന്നുള്ളൊരു സർവീസ് ഞാൻ പ്രിന്റ് ചെയ്തു. ഒരു കാർഡ് ഫോം ചെയ്തു. അന്നത്തെ കാലത്ത് ഇങ്ങനെ ഒരു കാർഡ് കൊടുക്കുക, ഒരു ഗ്യാരണ്ടി കാർഡ് ഇല്ല, ആർക്കും ഇല്ല. മെഷീനറി വാങ്ങി ഒരു ഇൻവോയ്സ് കൊടുക്കുന്നില്ല. ഞാൻ ഇതിനൊക്കെ ഒരു പ്രിന്റഡ് ഫോർമാറ്റ് ചെയ്തിട്ട് ആ കാർഡ് ഫോം ചെയ്ത് ഞാൻ പോകും. 3 മാസം കൂടുമ്പോൾ
അതുവഴി പാസ് ചെയ്യുമ്പോൾ അതെടുത്ത് നിന്ന് കയറും, സംസാരിക്കും. അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പൊ ഒന്ന് നെറ്റ് ബോൾട്ടൊക്കെ ഒന്ന് ടൈറ്റ് ആക്കും, അത്ര വേണ്ടുള്ളൂ. അല്ലെങ്കിൽ ഒരു ഓയിൽ കൊടുക്കും. ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തിരുന്നത്. ഇതൊക്കെ എന്റെ വണ്ടിയിലുണ്ടാവും. ഞാൻ പോകും, ഒക്കെ സെറ്റ് ചെയ്ത് അവർ ഹാപ്പി. അവര് ഞങ്ങളുടെ മറ്റുള്ളവർ കസ്റ്റമേഴ്സിന് റെക്കമെൻഡ് ചെയ്യാൻ പറയും. മൗത്ത് അഡ്വർടൈസ്മെന്റ് ആയിരുന്നു എന്റെ വിജയം. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ഏറ്റവും വലിയ ടൂൾ അതാണ് മൗത്ത് അഡ്വർടൈസ്മെന്റ്. ഇന്ന് ഞങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അല്ല, ശരിക്കും ബേസ് ഇന്ന് സോഷ്യൽ മീഡിയ ആണെങ്കിൽ പോലും എന്റെ ക്ലയൻറ്റ്സ് മൗത്ത് അഡ്വർടൈസ്മെന്റിലൂടെ വന്ന ക്ലയൻസുകളാണ്. പിന്നെ ഞാനാക്കി മാറ്റിയത് എന്റെ കസ്റ്റമേഴ്സാണ്. അപ്പോൾ ഞാൻ ആ മിഷനറി ഫീൽഡിൽ നിന്ന് മാനുഫാക്ചറിങ് യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തു കോയമ്പത്തൂർ. ആദ്യം തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒല്ലൂർ ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റിൽ ആദ്യം ഒരു ഫാക്ടറി റെന്റലിന് എടുത്തിട്ട് ചെയ്തു. അവിടെ സമരവും കാര്യങ്ങളും ആയിട്ട് കോയമ്പത്തൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. കോയമ്പത്തൂർ പൊള്ളാച്ചി ഫാക്ടറി എടുത്തിട്ട് ചെയ്തിരുന്നത്. കേരളത്തില് ബിസിനസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? കേരളത്തില് നമ്മുടെ ആശയങ്ങൾ മാറും. ഇപ്പൊ നമ്മള് കോഴിക്കോട് എയർപോർട്ട് വരുന്നതിന് ആദ്യം ചേളാരിയാണ് സെലക്ട് ചെയ്തത്. അവിടുത്തെ ആളുകൾ ഇതിനെ എതിർത്തു. എന്നിട്ട് നേരെ പോയത് പിന്നെ അവിടെ വന്നത് അതിനേക്കാൾ വലിയ അപകട സാധ്യത ഉണ്ടാവുന്ന ഗ്യാസ് പൈപ്പ് പ്ലാന്റ് ആണ് അവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അപ്പൊ ജനങ്ങളുടെ മെന്റാലിറ്റി മാറാത്തോടത്തോളം അങ്ങനെ വികസനം വരില്ല. ചെറുകിട സ്ഥാപനങ്ങൾ വന്നാലാണ് കേരളത്തിൽ തൊഴിലക്ഷതായാലും പുരോഗതി ഉണ്ടാവും. ഇപ്പൊ കഴിഞ്ഞ കുറച്ച് കാലഘട്ടത്തിലായിട്ട് താഴേക്കാണ് നമ്മുടെ ഗ്രാഫ് പോകുന്നത്. ഒരു പ്രസന്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഗ്രോത്ത് ഇല്ല. ചെറുകിട വ്യവസായ സംരംഭങ്ങൾ നഷ്ടത്തിലും പ്രതിസന്ധിയിലുമാണ്. അത് പ്രതികരിക്കാനും അതിനെക്കുറിച്ച് സംസാരിക്കാൻ ആളില്ല എന്നുള്ളതാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയൊരു പരാജയമായിട്ട് ഞാൻ കാണുന്നത്. ആരോ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അതൊരു ഫാക്റ്റാണ്. ആ ഫാക്ട് താങ്കളുടെ ബിസിനസ് തൃശ്ശൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് മാറ്റേണ്ട പ്രധാന കാരണം എന്തായിരുന്നു? എനിക്ക് ഈ സമരമാണ് ഞാൻ ഫേസ് ചെയ്തത്. അതൊരു ഈ സമരത്തിനുള്ള കാരണം ഒരു പ്രമുഖ വ്യക്തി, ഒരു രാഷ്ട്രീയ പാർട്ടിക്കുള്ള പാർട്ടി ഫണ്ടിന്റെ ഒരു വിഷയത്തിലാണ് ഞാൻ അന്ന്. പാർട്ടിക്ക് ഫണ്ട് കൊടുക്കാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ ഒരു ഇൻഡസ്ട്രി, ഈ ഒരു സ്റ്റാഫ് 1 മണിക്കൂർ ചെയ്യേണ്ട വർക്ക് 2 ദിവസം 3 ദിവസം വെച്ചിട്ട് ചെയ്തു. ഞാൻ സാലറി കട്ട് ചെയ്തു. പുള്ളി ആ പാർട്ടിയുടെ ഒരു നേതാവ്, ആ ലോക്കൽ പാർട്ടി, ആ ഒരു ലോക്കലിലുള്ള ഒരു ആളും കൂടിയാണ്. അപ്പോഴാണ് സമരം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഷിഫ്റ്റ് ചെയ്യാനുള്ള കാരണം സ്റ്റാർട്ട് ചെയ്തു മിഷനറി മാനുഫാക്ചറിങ്. ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് എനിക്ക് പാറയിൽ നിന്ന് മണലുണ്ടാക്കുന്ന മിഷനറി നമ്മളാണ് കണ്ടെത്തിയത്. അതുപോലെ തന്നെ പേപ്പർ കപ്സ്, പേപ്പർ ബാഗ്, അതുപോലെ ഇന്റർലോക്ക് ബ്രിക്ക് ടെക്നോളജി നമ്മൾ പെരുമ്പാവൂരുള്ള ശക്തിമാൻ PVC പൈപ്സ് ഒക്കെ ചെയ്യുന്നു. സുരേഷിന്റെ ബ്രദർ, ഒരു സിസ്റ്ററുടെ മകൻ രാകേഷ്, പെരിയാർ ബിൽഡിംഗ് പ്രോഡക്ട്സ്. ഞങ്ങളിവിടെ അസോസിയേറ്റ് ആയിട്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ ഇന്റർലോക്ക് ബ്രിക്ക് ടെക്നോളജി കൊണ്ടുവന്നു. പിന്നെ അതിലെ കോപ്പി ചെയ്തു എന്നുള്ളതാണ് എൻ്റെ എല്ലാ മിഷനറിക്കും ഉണ്ടായിട്ടുള്ളത്. ഞാനത് പാറ്റേൺ ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ അത് പാറ്റേൺ കോപ്പി ചെയ്തിട്ട് പിന്നെ നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പുറകെ പോയിരുന്നത്. പക്ഷെ ഞാൻ പരാജയപ്പെടുന്നത് 2 ഫാക്ടർ ഉണ്ടായിരുന്നു. ഒന്ന് ഫാമിലി ഇഷ്യൂസ് വന്നു. പിന്നെ രണ്ടാമത്തെ വിഷയം എനിക്ക് വന്നത് ഈ എക്സ്പോർട്ട് ചെയ്ത് സൗത്ത് ആഫ്രിക്കയിലേക്ക്. ആ കാലഘട്ടത്ത് ഒരു കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ 10 വെബ്സൈറ്റിൽ ഒരു വെബ്സൈറ്റ് എഴുതുന്നുണ്ട്. അന്നത്തെ കാലഘട്ടത്തിൽ ഇറങ്ങിയ നെറ്റൊന്നും അത്ര പോപ്പുലർ അല്ലാത്ത സമയത്താണ് ആ വെബ്സൈറ്റിന് അത്രയും കോസ്റ്റ് വരുന്നത്. അപ്പൊ അന്നത്തെ വെബ്സൈറ്റ് വഴിയാണ് എനിക്ക് സൗദിയിലേക്ക് അല്ലമൽ ഐസ്ക്രീം കമ്പനിയിലേക്ക് അതിന് വിഷയം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. സൗത്ത് ആഫ്രിക്ക പേപ്പർ ബാഗിന് വിഷയം, അതിൽ വന്നൊരു ഫ്രോഡ് എന്നെ എഫക്ട് ചെയ്തു. അതുപോലെ തന്നെ ഈ പാറമണൽ ഉണ്ടാക്കുന്നതിനുള്ള ഒരു R&D, ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട്സ് ഇല്ല. അപ്പൊ ഞാൻ പോയിട്ട് പറയുന്നത്, ഇപ്പോൾ സുബി സാറാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എനിക്ക് ഇന്നെ പൊടിക്കുന്ന മെഷീൻ, ഈ മണൽ പൊടിക്കാന്നല്ല ഞാൻ പോയി പറഞ്ഞത്, എനിക്കിത് കല്ല് പൊട്ടിക്കണം. ഈ മണൽ എങ്ങനെ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ കല്ലുകൾ തമ്മിൽ കൂടിയിട്ട് വളർച്ചകളുടെ ഒരു പ്രോസസ്സാണ് ഈ മണലായി മാറുന്നത് എന്നുള്ളത് അത് ആദ്യം പോയി പഠിച്ചു. പിന്നെ ഈ പാറമണൽ പണ്ട് കുട്ടികളുടെ ഒരു ഡാമുകൾ കെട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കി. അതിനൊക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട്. ഓരോ 1-2 ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഈ ഡാം വിസിറ്റ് ചെയ്യാൻ ഇതിനേക്കാണ്. അവരടുത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ നമ്മൾ ഈ മണൽ നിൽക്കുമെന്ന് അന്നത്തെ കാലത്ത് എന്റെ മൈൻഡിൽ വന്നു. അങ്ങനെയാണ് ഞാൻ ഈ പാറമണൽ നിർമ്മിക്കുന്ന മിഷനറി ആയിട്ട് അത് ഒരു ഫെയിലിയർ വന്നു. ഫസ്റ്റ് ഒരു മെഷീൻ പൊട്ടിത്തെറിച്ചു, കുറച്ച് നഷ്ടങ്ങൾ വന്നു. പിന്നെയാണ് 3ാമത്തെ മെഷീൻ സക്സസ് ആക്കിയെടുത്തത്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും നമ്മൾ ഇന്നോവേഷൻ, അന്നത്തെ ഒരു ചൊരത്തലപ്പ് വേണമെങ്കിൽ പറയാം. കാരണം അന്നത്തെ ഏജിന് നമ്മൾ പുതിയത് കണ്ടെത്തുക എന്നുള്ളൊരു ആവേശം. ഞാൻ പണമല്ലായിരുന്നു അവിടെ ഉദ്ദേശിച്ചത്. കാരണം നമ്മുടെ പുതിയ ഇംപ്ലിമെന്റ്, പുതിയ പ്രോഡക്ട്സ് നമ്മൾ ഫേമസ് ആവാന്നുള്ള, നമ്മുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുക, ബ്രാൻഡ് ബിൽഡ് ചെയ്യുക എന്നുള്ളതിന് ഒറ്റ മൈൻഡിലായിരുന്നു ഞാൻ
അത്തരത്തിലുള്ള പുതിയ പുതിയ ഇന്നോവേഷനിലേക്ക് പോയി. എന്നൊക്കെ മാരേജ് വന്നു, ഫാമിലി ഇഷ്യൂസ് വന്നു. അപ്പോൾ ഈ ഫെയിലിയർ അതിനെ കൂടുതൽ എഫക്റ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ആത്മഹത്യ ചെയ്യാൻ ഒരു 3 തവണ ശ്രമിച്ചിട്ടുണ്ട്. ബിസിനസ് പരാജയങ്ങൾ കാരണം ആത്മഹത്യക്ക് ശ്രമിച്ചു. അത് 3 തവണ. അപ്പൊ അതിൽ നിന്ന് ഞാൻ പക്ഷെ ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇറക്കിയിട്ടും ഇത്രയും ഗ്രോത്ത് രജിസ്റ്റർ ചെയ്തിട്ടും നമുക്ക് ഒരു ഡൗൺഫാൾ വരുമ്പോൾ നമുക്ക് അതിനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള ആളുകൾ ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ. ഇന്ന് ഞാൻ കൊടുക്കുന്നത് അതാണ് കൂടുതലും. ഞങ്ങളുടെ ഒരു ചലഞ്ചിങ് ജോബാണ് ബിസിനസ് ലൂസ് ചെയ്ത് നഷ്ടത്തിലുള്ള ബിസിനസ്സുകാരെ കൈ ഉയർത്തുക. ഞങ്ങൾ അവരൊപ്പം ഉണ്ട്. ഞങ്ങൾക്ക് കൺസൾട്ടിങ് ചാർജ് തരാൻ സാധിക്കില്ലെങ്കിൽ വേണ്ട എന്നുള്ള ഞങ്ങൾ പറയുന്നത്. പക്ഷെ ഞങ്ങളുടെ ഡെവലപ്പ് ചെയ്ത് വരുമ്പോൾ ഞങ്ങളെ കൈവിടരുത്. ശരിയാണ്. സംരംഭകര് എപ്പോഴും ഒരു കൂട്ടിനൊരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് പലപ്പോഴും പലരും ഫെയിൽ ആയി നഷ്ടത്തിൽ. അപ്പൊ അങ്ങനെ ഒരു സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ടാണോ താങ്കൾ 3 പ്രാവശ്യം അന്ന് ആരടുത്തും സപ്പോർട്ട് വന്നില്ല, ഫാമിലി ഫ്രണ്ട്സ് ആരടുത്തും വരാതായപ്പോൾ ഉണ്ടായ ഒരു ഫീലിങ്സ്. അതും അന്നത്തെ കാലത്ത് ഒരു 60 ലക്ഷം രൂപയുടെ ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഹ്യൂജ്. എന്ത് ചെയ്തിട്ടും നഷ്ടം തിരുത്താൻ പറ്റാത്ത സിറ്റുവേഷനിലേക്ക് വന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ വിദേശത്ത് പോകുന്നത്, പല കമ്പനികൾ വർക്ക് ചെയ്തത്. അതിൻ്റെ കൂട്ടത്തിൽ അപ്പോഴും ഞാൻ വിദേശത്തും ചെറുകിട രീതിയിലുള്ള സെയിൽസുകളായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഈ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്ന് പറഞ്ഞല്ലോ, അതിൽ നിന്ന് ഈ വിദേശത്തേക്ക് ജോലിക്ക് പോകുന്ന രീതിയിലേക്കുള്ള മാറ്റം എന്താ? അതായത് ഞാൻ ആത്മഹത്യ ഫൈനലായിട്ട് 3ാമത്തെ തവണ സൂയിസൈഡ് 3 തവണയും എന്നെ വിളിച്ച ഒരു വ്യക്തിയുണ്ട്. മിസ്റ്റർ രാജീവ് എന്ന് പറയും. മംഗളത്തിൽ വർക്ക് ചെയ്ത വ്യക്തിയാണ്. ഇന്ന് സുപ്രഭാതത്തിലെ GM ആണ് പുള്ളി. പുള്ളി എന്നെ വിളിച്ചിട്ട് ഈ 3 തവണ പുള്ളി ഏതൊരു ദൈവദൂതനെ പോലെ വന്നത്. ഇന്ന് ഞാൻ ഇരിക്കുന്നത്, ഇന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഞാൻ പോയിട്ട് പുള്ളിയെ മീറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിലെ ഒരു തിരിച്ചുവരവിന് പുള്ളിയാണ് ഒരു പ്രചോദനം എന്ന് വേണമെങ്കിൽ പറയാം. എന്നോട് നീ തിരിച്ചു വരും, ആത്മഹത്യ ഒരു പരിഹാരമാർഗമല്ല എന്നാണ്. എൻ്റെ കയ്യിൽ ഒന്നുമില്ല മാറി, പക്ഷെ എനിക്ക് നിന്നൊരു ഉപദേശം തരാനുണ്ട്. നീ തിരിച്ചു വരും, ഇത് വിരുദ്ധമാണ്, ഒരു ആത്മഹത്യ ഇതിനൊരു പരിഹാരമല്ല എന്ന് പറഞ്ഞ് എന്നെ അവിടുന്ന് ഞാൻ ഒരു ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാളത്തിൽ നിന്ന് എഴുന്നേറ്റ് പോയത് ഒരു മനുഷ്യനാണ്. അങ്ങനെ ഞാൻ അവിടുന്ന് ഇവിടെ സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തു, ICICI ലംബാർഡിൽ വർക്ക് ചെയ്തു. അങ്ങനെ ഞാൻ വിദേശത്ത് പോയി. വിദേശത്ത് പോയപ്പോഴും വിചാരിച്ച ജോബല്ല കിട്ടിയത്. ഓഫീസ് ബോയിൻ്റെ സെക്യൂരിറ്റി ഇങ്ങനെ എല്ലാം. പക്ഷെ അതിൻ്റെ അപ്പോഴും ഞാൻ എന്ത് ചെയ്യും, ഇന്നോവേഷൻസ് ബിസിനസ് എന്തെങ്കിലുമൊക്കെ അടക്കമുണ്ട്. ജല്ലാബിയ പോയിട്ടുള്ള ഊതിലായിരുന്നു ഞാൻ അടുത്ത ഒരു ചേഞ്ചസ് എൻ്റെ ലൈഫിലേക്ക് വന്നു. ഊത് നല്ല ക്വാളിറ്റി ഉള്ള ഊതിന് ഞാൻ അറബ്സ് സമൂഹത്തിന് കൊടുത്തു. അവരുടെ കയ്യിൽ ഒരു ബിൽഡ് ചെയ്തു. അങ്ങനെ എൻ്റെ ലയബിലിറ്റികൾ കുറേ സോൾവ് ചെയ്തു. പിന്നെ തിരിച്ചു വന്നു. അതിൻ്റെ ഇടയ്ക്കാണ് 2020 വീണ്ടും കൊറോണ നമ്മുടെ തകർത്ത് തരിപ്പണാക്കി. 2019 വീണ്ടും പ്രതിസന്ധിയിലേക്ക് പോയി. 2ാമത്തെ പരാജയം കൂടുതൽ ഹാർഡായിരുന്നു എന്നാണ്. കാരണം നമ്മൾ ആരുമില്ല, പക്ഷെ എല്ലാവരും ഉണ്ട് താനും. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അന്നുമില്ല. എന്ത് ചെയ്യും എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിൽക്കുന്ന സമയത്താണ് എൻ്റെ പഴയ കസ്റ്റമേഴ്സ് എന്നെ വിളിച്ചു ചോദിച്ചു, ഇതൊന്ന് കാണാൻ പറ്റും, വീട്ടിൽ വരും, അവർ വരും, അഡ്വൈസ്. നിങ്ങൾ തന്ന അഡ്വൈസാണ് ഞങ്ങൾ ഇന്ന് ഫോളോ ചെയ്യുന്നത്, ഞങ്ങളുടെ വിജയം അതാണ്. അവരൊക്കെ എപ്പോഴും വിളിച്ചിട്ട് ഇങ്ങനെ വാട്സപ്പിലൂടെ അതുപോലെ ഫോണിലൂടെയൊക്കെ വിളിക്കും. വിദേശത്തായാലും എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. കസ്റ്റമർ റിലേഷൻ ഭയങ്കര ഇമ്പോർട്ടൻസ്. നമ്മളവിടെ ഞാൻ ഒരു ലാഭവും ഇല്ലാതെ ഇവർക്ക് ഈ അഡ്വൈസുകൾ കൊടുത്തിരുന്നു എന്നുള്ളത്. അപ്പൊ ഇവർ ഇന്നോടുള്ള ഈ ട്രസ്റ്റ്, നിങ്ങൾ ഇങ്ങനെ ഇരുന്നാൽ മതി, അവരെ നിങ്ങൾ തിരിച്ചു വരണം, നിങ്ങൾ എന്തുകൊണ്ട് കൺസൾട്ടൻസി ചെയ്തുകൂടാ എന്നുള്ള ഒരു ചോദ്യത്തിന് അവിടെ നിന്നാണ് എനിക്ക്. അതായത് അന്ന് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തിരുന്ന ഉപദേശങ്ങളിൽ ഇഷ്ടപ്പെട്ട ആൾക്കാരെ ഇങ്ങോട്ട് ചോദിച്ചു എന്തുകൊണ്ട് അതിനൊരു പ്രൊഫഷൻ ആക്കി ചെയ്തുകൂടാ. അപ്പൊ അവര് വരും, എന്തെങ്കിലും തരും, കാശ് വരും. അത് കിട്ടുമ്പോ എമൗണ്ട് വാല്യൂ അല്ല, നമുക്കൊരു സന്തോഷം, ഹാപ്പിനെസ് ആയിരുന്നു ആ സമയത്ത്. ഒന്നുമില്ല. കാരണം ഞാൻ പുറകിലേക്ക് നോക്കുമ്പോൾ വലിയൊരു കുഴിയാണ്, ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അതിലും വലിയ കുഴി. അപ്പൊ ഏതിലേക്ക് ചാടണം എന്നുള്ളതാണ്. ഞാൻ നോക്കുമ്പോൾ പുറകിലേക്ക് വന്നിട്ട് മൂടാനേ പറ്റുള്ളൂ. ഇതിൽ നിന്ന് നീന്തി കയറുക അല്ലെങ്കിൽ സ്റ്റെപ്പ് എടുക്കുക, എന്തെങ്കിലും ഒരു പരിഹാരം കാണുമല്ലോ. എന്തായാലും നമുക്ക് ഒന്നും നഷ്ടപ്പെടാം. എല്ലാം നഷ്ടപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒന്നും നഷ്ടപ്പെടാല്ല. ഞാൻ ഫ്രണ്ടിലേക്ക് ചാടി. ഞാൻ ചിന്തിക്കുന്നത് മുഴുവൻ ബാത്റൂമിലായിരുന്നു. ടോയ്ലറ്റാണ് നമുക്കൊരു ഫ്രീഡായിട്ട് ചിന്തിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്പോട്ട് എന്ന് പറഞ്ഞാൽ. വീടുകളിൽ ഏതെങ്കിലും വീട്, എല്ലാവരും വലിയ കൊട്ടാരം പോലെ വീടുണ്ടാവും, പക്ഷെ ആർക്കും ഒന്ന് ചിന്തിക്കാതെ മനസ്സമാധാനത്തൊന്ന് തിങ്ക് ചെയ്യാനുള്ള കഴിവ് ആർക്കും ഈ പ്ലേസിൽ ഒന്നും കിട്ടില്ല, ടോയ്ലറ്റിലല്ലാതെ. ഞാൻ ടോയ്ലറ്റിൽ പലതാണ് ചിന്തിച്ചത്, എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തതാണ്. പിന്നെ എനിക്കൊരു മയക്ക് കാണുമ്പോഴത്തേനും വിറയലായിരുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ബാത്റൂമിൽ നമ്മൾ മിററിൽ വന്നിട്ടായിരുന്നു എന്റെ പെർഫോമൻസ് മുഴുവൻ ചെയ്തിരുന്നത്. അങ്ങനെ ആ പെർഫോമൻസ് നമുക്ക് കുറച്ച് കോൺഫിഡൻസ് കൂട്ടി. ലാംഗ്വേജ്, നമ്മുടെ നാട്ടിലെ ലാംഗ്വേജ് എന്ന് പറയാറില്ല,
വാട്ട് ഈസ് ദിസ് മലയാളത്തിൽ താഴെ അന്നത്തെ നമ്മളെ പഠിക്കുന്ന കാലഘട്ടത്തിൽ വാട്ട് ഈസ് ദിസ് താഴെ എഴുതി തരും ടീച്ചർ. അങ്ങനത്തെ ഇംഗ്ലീഷായി. അപ്പൊ ഈ ലാംഗ്വേജ് ഇമ്പ്രൂവ് ചെയ്തു സെൽഫായിട്ട്. അങ്ങനെ ഞാൻ വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഇട്ടു. അടുത്ത സ്റ്റെപ്പ് ഇടുമ്പോൾ സോഷ്യൽ മീഡിയയാണ് നമ്മുടെ രക്ഷിച്ച താരം. സോഷ്യൽ മീഡിയ ആണ് താങ്കളെ രക്ഷിച്ചത്. അതിലേക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ അതിന് എൻ്റെ കയ്യിൽ ഫണ്ടില്ലായിരുന്നു. ഇതിന് ഫണ്ട് വേണമല്ലോ, അത് ആഡ്സ് കൊടുക്കും. ആദ്യം ഞാൻ ആഡ്സ് കൊടുത്ത വലിയ റിസൾട്ട് ഒന്നുമില്ലായിരുന്നു. പിന്നെ ഞാൻ നിങ്ങൾ ബിസിനസ് നഷ്ടത്തിലാണോ, ആ ഒരു പോയിന്റിലാണ് എനിക്ക്, ആ ഒരു ഒറ്റ കാച്ചിങ് പോയിന്റിലാണ് എനിക്ക് കോൾസ് വരാൻ തുടങ്ങിയത്. അതിൻ്റെ ഫ്രണ്ട് എൻ്റെ മൂത്താപ്പായുടെ മകനുണ്ട് അജീഷ് പുര, പുള്ളിയാണ് ഇനി ഒരു 20,000 രൂപ എനിക്ക് അയച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് 20,000 വേണമെന്ന് പറഞ്ഞാൽ അത് എനിക്ക് അയച്ചു. ആ ആഡ്സ് ഞാൻ ചെയ്യുന്നതൊക്കെ അപ്പോഴാണ്. 20,000 രൂപ കടം വാങ്ങിയിട്ട് ഫേസ്ബുക്ക്. അപ്പൊ ഇവന് എനിക്ക് അന്ന് എനിക്ക് ടോട്ടലി ഒരു ഒന്നുമില്ലാതെ ഇവനാണ് എൻ്റെ, ഇവനും അതുപോലെ തന്നെ ഒരു ഹബീബ് എന്ന് പറഞ്ഞിരുന്നൊരു അമ്മയുടെ മകൻ. ഇവർ രണ്ടുപേരും എന്നെ ഫിനാൻഷ്യലി കുറച്ച് സപ്പോർട്ട് ചെയ്തു. അതിലാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഞാനത് തിരിച്ചു തരും, പക്ഷെ എനിക്ക് ടൈം വേണമെന്നാണ് ഇവർ രണ്ടാളും പറയുന്നത്. ഇവര് ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട് തിരിച്ചു വരാൻ പറ്റും. അവരുടെ എല്ലാവരുടെ പേയ്മെന്റും ക്ലിയർ ആക്കി. ഇന്ന് നമ്മൾ ആ ആഡ്സ് കൊടുത്ത സമയത്ത് എനിക്ക് വിദേശത്ത് ഒരു കോൾ വരികയാണ്. സൗദിയിൽ നിന്നാണ് ആ കോൾ വരുന്നത്. എനിക്ക് അത് അറബിയിലാണ്. അറബി എനിക്ക് പൂർണ്ണമായിട്ട് അറിയില്ല. ഞാൻ പുള്ളി ട്രാൻസ്ലേറ്റർ വെച്ചിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ പുള്ളി എന്നോട് പറഞ്ഞത്, ഓക്കെ നീ നഷ്ടത്തിലുള്ള എനിക്ക് നീ എന്താണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ എന്നെ തന്നെയാണ് പ്രൂവ് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു. അതിൽ കൂടുതൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. എൻ്റെ ജീവിത സ്റ്റൈലും എൻ്റെ ലൈഫ് സ്റ്റൈലും ഉണ്ടായിരുന്നു. എൻ്റെ ലോസിനെ കുറിച്ച്, എൻ്റെ ഇംപ്രൂവിനെ കുറിച്ചെല്ലാം തന്നെ എൻ്റെ പാഠം. ആ പാഠമാണ് ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ നീ സംസാരം മതി. ഇന്ന് സോഷ്യൽ മീഡിയ ഓൺലൈനിലൂടെ ഉള്ള എല്ലാം തട്ടിപ്പും തരികടയാണെന്നുള്ള പുള്ളി അറബിൽ പറയും. ഇങ്ങനെ ഞാൻ എന്ത് ചോദിച്ചു, നമ്മൾ നഷ്ടപ്പെടാൻ പറ്റില്ല. ഒരു വിദേശ കസ്റ്റമറാണ്. സോ 3 months ഫ്രീ കൺസൾട്ടേഷൻ എന്ന് ഞാൻ ഒറ്റ ടോപ്പിക്കിൽ പുള്ളിയെ വീഴ്ത്തി. ഓക്കെ, പുള്ളിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ട്രൈ ചെയ്യുന്നതാണ്. ആ ട്രൈ ആണ് ഇന്ന് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മളെന്താ ഇപ്പൊ ഇന്ന് പലരും ജോബിന് പോയി നിൽക്കും. എക്സ്പീരിയൻസ് ഇല്ലാതെ പോയി മൂഡ് ഓഫ് ആയിട്ട് പലരും പോകുന്നുണ്ട്. ഇതൊരു കുട്ടികൾക്കുള്ളൊരു അഡ്വൈസാണ്. നമ്മൾ ഒരിക്കലും നമ്മൾ ജോബ് എക്സ്പീരിയൻസ് ഇല്ല എന്നുകൊണ്ട് താഴെ പോരുന്നത്. അവിടെ പറയേണ്ട ഒരു കാര്യം, സാർ ഞാൻ വർക്ക് ചെയ്യുക, സാലറി സാറിന് ഇഷ്ടംപോലെ, എൻ്റെ പെർഫോമൻസ് കണ്ട് സാലറി തന്നാൽ മതി എന്ന് പറയാനുള്ള എത്ര ചങ്കൂറ്റിലെ കുട്ടികളുണ്ട് നമുക്ക്. അവിടെയാണ് നമ്മുടെ പരാജയം എടുക്കുന്നത്. നമുക്ക് എക്സ്പീരിയൻസ് കിട്ടുന്നത് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഓരോ ഫേമിൽ നിന്നും ഓരോ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അവിടെ ഒരു വലിയ ഒരു വിമുഖത എപ്പോഴും നമുക്ക് നമ്മളെ കുട്ടികൾ ഇപ്പോഴും ചെയ്യുന്നത് എക്സ്പീരിയൻസ് വേണം, പക്ഷെ എക്സ്പീരിയൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ തഴയുന്ന ഭാഗത്ത് നമ്മൾ ചെയ്യുന്ന കോൺഫിഡൻസ്, നമ്മുടെ കോൺഫിഡൻസ് നമ്മൾ കാണിക്കണം, പ്രൂവ് ചെയ്യണം. അത് ഓട്ടോമാറ്റിക് സാലറി ആയിട്ട് മാറുകയും ചെയ്യും. പക്ഷെ അത് ജനങ്ങൾക്ക് ചിന്തിക്കാനുള്ള, നമ്മളെ കുട്ടികൾക്ക് ചിന്തിക്കാനുള്ള കഴിയില്ല. സാലറി ഇല്ലാതെ വർക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ ഈ ജമ്പിങ് ആണ് ഏറ്റവും വലിയ എടുത്ത് വേഗം കുട്ടികൾ പോയിട്ട് ഇവിടെ 2000 അടുത്ത 2500 രൂപ കിട്ടുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചാടും. ഈ ചാടുന്നത് നെഗറ്റീവാണ്. ശരിക്കും നിങ്ങളുടെ കരിയറിന് ഡെവലപ്പ് ചെയ്യില്ല. നമ്മളെ കുട്ടികൾക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവിടെ സ്റ്റിക്ക് ഓൺ ചെയ്തിട്ട് അവിടെ നമ്മൾ സ്കില്ല് പ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാർഗെയിൻ ചെയ്യാനുള്ള, ഞാൻ പറഞ്ഞത് ടോണിയെ അടുത്ത് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ എത്തിയത് എൻ്റെ മെഷീൻ ഫീൽഡിൽ നിന്ന്. ഞാൻ അന്നത്തെ കാലത്ത് ബാർഗെയിനിങ്ങിലാണ്. ഞാൻ അന്ന് 250 രൂപ കമ്മീഷൻ വാങ്ങിച്ചു, പിന്നെ 3000-4000 രൂപ കമ്മീഷൻ വാങ്ങിക്കാൻ തുടങ്ങി. അപ്പൊ അവിടെ നമ്മൾ ബാർഗെയിനിങ് പവർ വന്നു. പ്രൂവ് ചെയ്തതിന് ശേഷം നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി നമ്മുടെ അടുത്തേക്ക് വരും. അത് എല്ലാ പ്രൊഡക്ട്സിനും അങ്ങനെ തന്നെ. അപ്പൊ അത് കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കണം. ആ ഭാഗം നമ്മൾ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വർക്ക് ചെയ്യും. സാർ സാലറി വേണ്ട, എൻ്റെ പെർഫോമൻസ് 3 മാസം നോക്കൂ സാർ, ഇന്ന സാലറി വരുമെന്ന് പറയുമ്പോൾ അതിനുള്ള കോൺഫിഡൻസ് നമ്മൾ കുട്ടികൾക്ക്. അവിടെയാണ് നമ്മുടെ കുട്ടികളിൽ വരുന്ന ഒരു പരാജയത്തിലേക്ക്. ഞാൻ ഇത്രയും ചെയ്ത കാര്യങ്ങളിൽ നിന്ന് ഈ 3 മാസം കൊണ്ട് ഞാൻ അക്കൗണ്ട്സ് ചെക്ക് ചെയ്തപ്പോഴാണ് കുറെ കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത്. അപ്പോൾ അതിൽ നിന്നാണ് ഈ സൗദിയിൽ നിന്നാണ് എനിക്കൊരു എമൗണ്ട് എനിക്ക് അയച്ചത്. അതിൽ നിന്ന് വീണ്ടും കോൺഫിഡൻസ്, എല്ലാവരും വായ്പകളൊക്കെ ക്ലിയർ ചെയ്തു. കമ്പനി ഫ്രീ ആയിട്ട് നമ്മൾ കൺസൾട്ടിങ് കൊടുത്തെങ്കിലും അറബി പേ ചെയ്തു. അത് വലിയ, ഞാൻ പ്രതീക്ഷിക്കാത്ത വലിയൊരു തുകയായിരുന്നു അന്ന് ആ അറബി എനിക്ക് അയച്ചെന്നുള്ളതാണ് ഏറ്റവും വലിയ രസം. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു എമൗണ്ട് എനിക്ക് കിട്ടുന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞല്ലേ, ഞാൻ വലിയൊരു കുഴിയിലാണ് നിൽക്കുന്നത്. അപ്പൊ ആ കുഴിയിനേക്കാൾ നല്ലത് മറ്റേ നത്തിങ് എന്നുള്ള രീതിയിലുള്ള ചിന്താഗതിയിൽ ഞാൻ എടുത്ത ഒരു ഡിസിഷനാണ്. നമ്മൾ റൈറ്റ് ടൈമിൽ ഒരു ഡിസിഷൻ എടുക്കുക, പിന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക.
പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഉറച്ചു നിൽക്കില്ല. ഇന്ന് നിൽക്കുന്നത് നാളെ വേറെ ഒന്നുമില്ല. അങ്ങനെയല്ല, നമ്മളൊരു സിസ്റ്റം പറഞ്ഞ ടൈം കീപ്പ് ചെയ്യുക. ഇന്ന് ഒരു ബിസിനസ്സുകാരൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു സ്റ്റാഫോ ഒരു ടൈം മാനേജ്മെന്റ് ഇല്ലാത്ത, പിന്നെ ഒരു സിസ്റ്റം അല്ലേ. നമ്മളൊരു എക്സ്പെൻഡിച്ചർ, ഞാനൊക്കെ വാരി വെച്ച് എക്സ്പെൻഡ് ചെയ്തിരുന്ന മനുഷ്യനാണ്. പക്ഷെ നമ്മൾ പരാജയത്തിന് നമ്മൾ മനസ്സിലാക്കി ഇങ്ങനെയല്ല പോകേണ്ടത്. ഞാൻ ഓരോന്ന് എക്സ്പെൻഡിച്ചർ ചെയ്യാൻ പറ്റും. എന്നിട്ട് മാസം എടുത്തിട്ട് അല്ലെങ്കിൽ വീക്കിലി ഞാൻ റിവ്യൂ ചെയ്യും. എവിടെയാണ് എനിക്ക് വന്ന ഫാൾട്ട്? ഓട്ടോറിക്ഷ തനത്തിൽ കട്ട്, പെട്രോൾ അൺനെസറി കട്ട്. പിന്നെ സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ വൈഫും കുട്ടികളും അത് ഇത് വാരി വെച്ചു. അപ്പോൾ നമ്മുടെ എക്സ്പെൻഡിച്ചർ അവിടെ കൂടുകയാണ്, നമ്മുടെ ഇൻകം സീറോയിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ അവിടെ കട്ട് ഓഫ് ചെയ്തു. നമ്മൾ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ എൻ്റെ ജീവിതം പ്ലാൻ ചെയ്തു. ആദ്യം ബ്രാൻഡഡ് ഡ്രസ്സുകളും ബ്രാൻഡഡ് മൊബൈൽസൊക്കെ വാങ്ങിയത് ഞാൻ ഇവിടെ കട്ട് ചെയ്തു. കാരണം എൻ്റെ സിറ്റുവേഷനിലേക്ക് താഴേക്ക് പോയിക്കഴിഞ്ഞാൽ ഞാൻ ആ ലെവലിൽ താഴേക്ക് പോയാൽ ലയബിലിറ്റി പോകും. ആരെയും ബോധ്യപ്പെടുത്താൻ നമുക്കില്ല. ബോധ്യപ്പെടുത്തിയിട്ട് എന്താ കാര്യമുള്ളത്? അതുമില്ല. നമ്മുടെ സിറ്റുവേഷൻ അറിഞ്ഞ് നമുക്ക് ലൈഫ് പ്ലാൻ ചെയ്യാൻ പറ്റണം. ഫൈനാൻസ് ആണ് നമ്മൾ നടുന്തൂന്ന് പറയുന്നത്. നമ്മൾ ഫൈനാൻസിൽ വളരെ സിസ്റ്റം. നമ്മൾ ഓരോ ഇനി ഒരു ജോബ് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിലും കാൻഡിഡേറ്റ് ആണെങ്കിലും അവൻ്റെ ഡെയിലി വരുമാനം എത്രയും അതിൻ്റെ എക്സ്പെൻസ് മന്ത്ലി എത്രയും എന്നുള്ളത് ഒരു കാൽക്കുലേഷൻ നമ്മൾ സ്വയം ആരെയും ബോധ്യപ്പെടുത്താനല്ല, നമുക്ക് സ്വയം മനസ്സിലാക്കാൻ ഏറ്റവും ഉതകുന്ന ഒരു സംഭവമാണ്. പിന്നെ പലരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ്, ഒരു ചപ്പാത്തി കമ്പനി, ഒരു ഉദാഹരണത്തിന് ചപ്പാത്തി കമ്പനി തുടങ്ങിയെന്നായിരിക്കും. ആ ചപ്പാത്തി കമ്പനി തുടങ്ങിയതിന് അപ്പുറത്ത് വന്നിട്ടും ചപ്പാത്തി കമ്പനിയാണ് തുടങ്ങുന്നത്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവൻ ലോൺ എടുത്തിട്ടായിരിക്കും തുടങ്ങിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രവാസിയായിരിക്കും. ഇവൻ വന്ന് തുടങ്ങി നേരെ പോകുന്ന ഒരു വണ്ടി, പിന്നെ വണ്ടി എടുക്കാതിരിക്കും. കാരണം ഡെലിവറിക്ക് ഒരു വണ്ടിയാവും. അപ്പോഴത്തെ ആളുകൾ ചിന്തിക്കുന്നത് എന്താണ്? ഇതൊക്കെ ഇതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ്. ഇവൻ എങ്ങനെ കഷ്ടപ്പെടുന്നു എന്നുള്ളത് ആരും ചിന്തിക്കുന്നില്ല. ഇവർക്ക് യാത്ര ആവശ്യത്തിന് ഓട്ടോക്ക് കൊടുക്കുന്ന കാശ് ഒഴിവാക്കാനും അതുപോലെ സമയം സേവ് ചെയ്യാനും വേണ്ടിയിരിക്കും ഇവ വാഹനം എടുത്തിട്ടുണ്ടാവും. ഈ വേറത്തെ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ ഇതിൽ കിട്ടുന്ന ലാഭമാണെന്നില്ല. ഇവനും കൂടി ഇതൊക്കെ എന്നിട്ട് ആർക്കും ബിസിനസ് ഇല്ലാത്തൊരു സിസ്റ്റത്തിലേക്കായിരിക്കും പോവുക. അപ്പൊ അതിന് വേണ്ടത് എന്താണ്? നമ്മൾ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ആദ്യം പഠനം നടത്തുക. മറ്റുള്ളവരല്ല ഫോളോ ചെയ്യുന്നത്, നമ്മുടെ കാഴ്ചപ്പാടിനെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കും. പിന്നെ എപ്പോഴും ഒരു ബിസിനസ്സിന് ഒരു അച്ചടക്കം അത്യാവശ്യം, ഒരു സിസ്റ്റം. പിന്നെ അറിവില്ലാത്തടത്ത് പോയിട്ട് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ പോയി ചോദിക്കാതിരിക്കുക. ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലും ഒരാളോട് അത് നടക്കില്ല എന്ന്, ഇവർക്ക് ബിസിനസ്സിൽ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. അതുണ്ടാവില്ല. അത് ശരിയാ. ബിസിനസ് കൺസൾട്ടൻസിന്റെ അടുത്ത് പോയിട്ട് കാരണം ബിസിനസ് കൺസൾട്ടൻസ് ചാർജ് ചെയ്യും. അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജ് പേ ചെയ്യാനുള്ള മടി കൊണ്ട് ബിസിനസിനെ കുറിച്ച് യാതൊന്നും അറിയാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഉപദേശിക്കും. പക്ഷെ ഈ ബിസിനസ് നമ്മൾ ചാർജ് വാങ്ങിക്കാൻ നമുക്ക് ചെയ്യാൻ നമ്മളൊക്കെ തയ്യാറാണ്. പക്ഷെ എന്താ വെച്ചാൽ അതിനൊരു വാല്യൂ ഉണ്ടാവില്ല. അപ്പൊ അതിനൊരു സീരിയസ്നെസ് ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങള് ഫ്രീ കൺസൾട്ടേഷൻ ഒരു ക്യാമ്പയിൻ ചെയ്തിരുന്നു. അതിൽ കുറെ പേര് വന്നു. ഞങ്ങളുടെ ടൈം ലൂസ് ആവുക എന്നല്ലാതെ നമുക്ക് അതിന് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. കാരണം അവൻ ഫ്രീ എന്നുള്ളൊരു കോൺസെപ്റ്റിൽ അവൻ്റെ കുറെ അനാവശ്യമായിട്ടുള്ള സംസാരങ്ങൾ മാത്രമേ ഉള്ളൂ. ഞങ്ങളത് ചാർജ് ചെയ്തപ്പോൾ ലിമിറ്റഡ് കസ്റ്റമേഴ്സ് ആയിരുന്നു. പക്ഷെ അത് സീരിയസ്നെസ് കസ്റ്റമേഴ്സ് ആയിരുന്നു. ഞങ്ങൾക്ക് ബിസിനസ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് സീരിയസ്നെസ് 100 രൂപയ്ക്ക് നമ്മൾ ചാർജ് ചെയ്യും നമ്മുടെ സർവീസ് എന്നുള്ളതാണ് ഒരു ഉദാഹരണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ ആ സർവീസിന് ഒരു വാല്യൂ അല്ലെങ്കിൽ പ്രോഡക്റ്റിന് വാല്യൂ ഇല്ല. നമ്മളൊരു പെർഫ്യൂം സാറിന് ഈ പ്രോഡക്റ്റ് ഫ്രീ ആയിട്ട് തരുന്നത് മണി കൊടുക്കുന്നത് അതിനൊരു വാല്യൂ ഉണ്ട്. അപ്പൊ അത് അവൻ സൂക്ഷിക്കും. നേരെ ഫ്രീ ആയിട്ട് കൊടുക്കാം, കെയർലെസ് ആയിട്ട് പോകും. ഇത് നമ്മൾ ശ്രദ്ധിക്കും. ഇത് ബിസിനസ്സിൽ ഏറ്റവും പ്രധാനം ശ്രദ്ധിക്കുന്നത് ഫൈനാൻസാണ്. ഫണ്ടമെന്റൽ ഫൈനാൻസ് ഏറ്റവും. പിന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കും. ഒരു രൂപരേഖ എന്ന് പറഞ്ഞാൽ ഒരു ബിസിനസ് പ്ലാൻ, നല്ല സ്ട്രാറ്റജിക് പ്ലാൻ തയ്യാറാക്കുക. എന്നിട്ട് മുന്നോട്ട് പോകും. പിന്നെ ടൈം കീപ്പ് ചെയ്യും. സത്യസന്ധത. ഇന്ന് 100% ആളുകൾ കള്ളം പറഞ്ഞിട്ടാണ് ബിസിനസ് ചെയ്യുന്നത്. 90% അല്ലെങ്കിൽ 80% സത്യസന്ധമായിട്ട് ബിസിനസ് ചെയ്ത് പറഞ്ഞിട്ട് 20 കള്ളം പറഞ്ഞു. കച്ചവടം എന്ന് പറയുന്നത് തന്നെ കള്ളം എന്നുള്ളതാണ്. പക്ഷെ അതിനെ നമ്മളൊന്ന് റിവേഴ്സ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ആവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ കള്ളം പറഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ട്രെൻഡ് മാറിയിട്ട് ഇപ്പോ കസ്റ്റമേഴ്സ് നോളജബിൾ ആണ്, അവർക്ക് അറിയാം എന്താണ് സംഭവിക്കുന്നത്. പക്ഷെ അറിവില്ലാത്ത കസ്റ്റമേഴ്സും ഉണ്ട് തീർച്ചയായിട്ടും. നമ്മള് മെന്റലി പ്രിപ്പയർഡ് ചെയ്ത് നമ്മൾ കസ്റ്റമേഴ്സിന് പറയുന്നത് എന്താണോ അത് നമ്മൾ ചെയ്തു കൊടുക്കാനുള്ളതാണ്. ബെസ്റ്റ് സർവീസ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു എൻ്റെ മിഷണറി ഫീൽഡിൽ ഞാൻ എങ്ങനെ ഗ്രോ ചെയ്തു, ബെസ്റ്റ് സർവീസ് ചെയ്യും. 3 മാസം കൂടുമ്പോൾ ഒരു മിഷണറി ഫീൽഡിലോ അല്ലെങ്കിൽ വേറെ സർവീസോ ആരും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ എന്ത് പ്രോഡക്റ്റ് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാലും ആ പ്രോഡക്റ്റിനോട് സർവീസ് നമ്മൾ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത്
അതിൽ ബെസ്റ്റ് സർവീസസ് നമ്മുടെ ബ്രാൻഡ് വാല്യൂ ഓട്ടോമാറ്റിക്കലി ഇൻക്രീസ് ചെയ്യും. അതേപോലെ പ്രൈസ്, ഒരിക്കലും പ്രൈസ് താഴ്ത്തിയിട്ട് ഒരു ബിസിനസ് ചെയ്യരുത്. നമ്മളൊരു കാരണം നമുക്കൊരു എക്സ്പെൻഡിച്ചർ വർക്ക്ഔട്ട് ചെയ്യാം, എന്നിട്ട് അതിനൊരു പ്രോഫിറ്റ്. ഇത് ഇപ്പൊ നമ്മൾ ഒരു ഉദാഹരണം റെസ്റ്റോറൻറ്റ് എടുക്കുകയാണെങ്കിൽ, റെസ്റ്റോറൻറ്റിലെ ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു ബിരിയാണി അവിടെ 15 250 ഇവിടെ 250 അല്ലേ? അങ്ങനെയല്ല. ഇതിന് ഒരു ബിരിയാണിയുടെ കോസ്റ്റ് ഉണ്ട്, ഒരു പ്രൊഡക്ഷൻ കോസ്റ്റ് ഉണ്ട്. ആ കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ നമ്മുടെ മറ്റുള്ള എക്സ്പെൻസർ, സാലറി, ഇലക്ട്രിസിറ്റി, വാട്ടർ, യൂട്ടിലിറ്റി, ഡ്രെയിനേജ് വാട്ടർ ഉണ്ട്, ഇങ്ങനെ കുറേ ഫുഡ് വേസ്റ്റേജ്, ഇങ്ങനെയെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മളൊരു ബിരിയാണിക്ക് മാർജിൻ ഇടാൻ. അല്ലാതെ അപ്പുറത്ത് അവർക്ക് പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിഫറെന്റ് ആയിരിക്കും, നമുക്ക് വരുന്ന പ്രൊഡക്ഷൻ കോസ്റ്റ്, കാരണം റെന്റ് ഡിഫറെന്റ് ആയിരിക്കും, സ്റ്റാഫിന് സാലറി ഡിഫറെന്റ്. ഇതൊന്നും ആരും കാൽക്കുലേറ്റ് ചെയ്താതെ പോയി ചാടുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എല്ലാം അവർക്ക് വേണ്ട ഗൈഡ് ലൈൻസുകൾ നമുക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിച്ചു കൊടുക്കുക, അവരൊപ്പം നിൽക്കും. മറ്റുള്ളവരുമായി ഒരു പേപ്പർ, ഒരു ബിസിനസ് പ്ലാൻ കൊടുത്ത് ഷേക്ക് ഹാൻഡ് കൊടുത്ത് അവരെ പേയ്മെന്റ് കിട്ടി പോകുന്ന ഒരു പ്രവണത ഞങ്ങൾക്കില്ല. താങ്കളൊരു റെസ്റ്റോറന്റ് ബിസിനസ് എക്സ്പെർട്ട് ആണല്ലേ? അത് സത്യം പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിലേക്ക് ബൈ ചാൻസ് വന്നതാണ് സത്യത്തില്. എനിക്ക് എൻ്റെ ഫാമിലിക്കോ എനിക്കോ റെസ്റ്റോറൻറ്റ് തുടങ്ങുകയോ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് നടത്തി പരിചയം ഒന്നും തന്നെയില്ല. ഭക്ഷണം കഴിക്കാൻ പോകും, കഴിച്ചൊരു എക്സ്പീരിയൻസ് എന്നല്ലാതെ എനിക്ക് വേറെ ഒന്നുമില്ല. വളരെ ആദർശികമായിട്ട് അൽമൈദ എന്ന് പറഞ്ഞ തൃശ്ശൂർ മാളയുള്ളൊരു കമ്പനി ബിരിയാണിയുടെ ഉണ്ടാക്കുന്ന കോമ്പി ഓവൻ വെച്ച് ചെയ്യുന്ന, അങ്ങനെ അഷ്റഫുമായിട്ട് ഒരു കോണ്ടാക്റ്റിലൂടെ പുള്ളിയും ആ ഒരു കൊറോണ സമയത്തിൻ്റെ ഞങ്ങളുടെ മീറ്റിംഗ്. അപ്പോൾ ഞങ്ങൾ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് റെസ്റ്റോറൻറ്റിൽ ഇന്നോവേഷൻ, അതൊരു ഇന്നോവേഷനായിരുന്നു. ഈ അൽമൈദ എന്ന് പറഞ്ഞ ഒരു ബിരിയാണി ഉണ്ടാക്കുന്ന കോമ്പി ഓവൻ എന്ന് പറഞ്ഞത് ഒരു ഇന്നോവേഷൻ മിഷനറി ആയിരുന്നു. അപ്പൊ അതിനോട് ഇൻട്രസ്റ്റ്, നമ്മുടെ പഴയ ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ഫീൽഡ് ആയതുകൊണ്ട് നമുക്ക് അതിനോട് ഇൻട്രസ്റ്റ് വന്നു. എല്ലാവരും ചെയ്യുന്നതിലല്ല, നമ്മൾ പുതുമ കൊണ്ടുവരിക, പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരിക എന്നുള്ളതിനാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. എല്ലാവരും ഒരാള് ഒരു റെസ്റ്റോറൻറ്റ് ചെയ്ത് നമ്മൾ അതേ റെസ്റ്റോറൻ്റ് അല്ലായിരുന്നു, നമ്മൾ അതിലൊരു ഇന്നോവേഷൻ ആയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ആളുകൾ സ്വീകരിക്കും. അപ്പം ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് പോകുമ്പോൾ ആദ്യം റെസ്റ്റോറൻറ്റ് കൺസൾട്ടൻസി എടുക്കാന്ന് പറഞ്ഞാൽ ഫ്രീ ഓഫ് കൺസൾട്ടേഷൻ തന്നെയാണ് ഒരു പ്രമുഖ റെസ്റ്റോറൻറ്റിന് നമ്മൾ ആദ്യം ചെയ്തു. ആള് നഷ്ടത്തെയാണ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തുതരാം. അപ്പൊ അവിടെ പോയി എന്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ആ റെസ്റ്റോറൻറ്റിലെ പ്രശ്നങ്ങൾ പഠിക്കാന്നുള്ളതും എനിക്ക് പഠിക്കാന്നുള്ളതാണ്. കാരണം ഞാൻ പഠിച്ചാലും മറ്റുള്ളവർക്ക് പറയുന്നത്, ഞാൻ അവിടെ പോയിട്ട് അത് ടേക്ക് ചെയ്ത് പഠിച്ചു. അത് ഭാഗ്യവശാൽ എന്തോ നിമിത്തത്താൽ അത് സക്സസ് ആയി. അങ്ങനെ എനിക്ക് വേറെ കസ്റ്റമറെ കിട്ടി. അങ്ങനെയാണ് റെസ്റ്റോറന്റ് കൺസൾട്ടന്റിനുള്ള പേര് എനിക്ക് മുഴുവൻ കാരണം അതാണ്. എത്ര റെസ്റ്റോറന്റുകളെ ഞാനിപ്പോ 60 റെസ്റ്റോറന്റുകളെ സക്സസ്ഫുൾ ആയി ബ്രാൻഡഡ് കമ്പനികളിൽ നമ്മൾ എവിടെ നാട്ടിലും പുറത്തും ചെയ്തിട്ടുണ്ട്, ഒമാനിൽ ചെയ്തിട്ടുണ്ട്, സൗദിയിൽ ചെയ്തിട്ടുണ്ട്, ഇവിടെ ചെയ്തിട്ടുണ്ടല്ലേ. ഒരു ബ്രാൻഡായി മാറി നമ്മൾ റെസ്റ്റോറന്റ് കൺസൾട്ടന്റ് എന്നുള്ളതാണ് സത്യത്തിൽ. നമ്മൾ എല്ലാ കൺസൾട്ടൻസി നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലിനിക്ക് ആയിക്കോട്ടെ, ഹോസ്പിറ്റൽ ആയിക്കോട്ടെ, ജ്വല്ലറീസ് ആയിക്കോട്ടെ, എല്ലാത്തിനും ബേസിക് പാറ്റേൺ, എല്ലാത്തിനും ബേസിക് തിയറി സെയിം ആണ്. പക്ഷെ എന്താ വെച്ചാൽ ഓരോ സ്ഥലത്തെ പ്രോബ്ലംസ് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി എനിക്ക് ഒരു ടാബ്ലറ്റ്സും പനിക്ക് തന്ന പാരസെറ്റമോൾ തന്ന സാറിന് തരുമ്പോൾ ആ പാരസെറ്റമോൾ ആയിരിക്കില്ല തരേണ്ടത്. അതിനൊരു റീസൺ ഉണ്ടാവും. അവിടെ ഒരു പ്രോബ്ലം എന്താണെന്ന് കണ്ടെത്തിയിട്ടാണ് സാറ് ട്രീറ്റ് ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ഞാൻ കൺസൾട്ടന്റ് ഞങ്ങൾക്ക് ചെയ്യുന്നത്, ഞങ്ങൾ ആദ്യം പോയിട്ട് അവിടെ പോയി പഠിക്കും. ഞങ്ങളെ കൺസൾട്ടൻസിൻ്റെ അടുത്ത് ഞങ്ങൾ വന്നു, ഞങ്ങളെ കൺസൾട്ടേഷൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സൈറ്റ് വിസിറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവരെ പോയിട്ട് ഫുള്ള് പഠനം നടത്തും. ഓരോ സ്റ്റാഫിനെ ഞങ്ങൾ പഠിക്കും. ആദ്യം അവർക്ക് CV ആയിട്ട് ഓരോ സ്റ്റാഫിനെ പഠിക്കും. എന്നിട്ട് അവരെ വാച്ച് ചെയ്യും, നിരീക്ഷിക്കും. എന്നിട്ട് നിരീക്ഷിച്ച ശേഷമാണ് ഞങ്ങൾ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഓണേഴ്സിനായിട്ടും സ്റ്റാഫിന് ട്രെയിനിങ് ചെയ്ത് കൊടുക്കുക. ഓണേഴ്സിന് വേണ്ടി ട്രെയിനിങ്, ഓണേഴ്സും മസ്റ്റ് എന്തൊരു ബിസിനസ്സിലും ആ ഉടമ ഇൻവോൾവ് ആയിരിക്കണം. അല്ലാതെ സ്റ്റാഫ് മാനേജ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരിക്കലും ആ ബിസിനസ്സിൽ പിന്മാറി നിൽക്കരുത്. നമ്മൾ മക്കളുടെ പണം വരുമെന്ന് പറയുന്നത് തെറ്റായ രീതിയാണ്. നമുക്ക് നഷ്ടങ്ങൾ വരുന്നത് പല രീതിയിലുണ്ട്. അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യും. പിന്നെ അവിടെ എന്തുകൊണ്ടാണ് ബിസിനസ് കൺസൾട്ടൻസിന്റെ ആവശ്യമെന്ന് പലരും ചോദിക്കും. ഞാൻ പറഞ്ഞില്ല, സ്റ്റാഫുകൾ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങൾ ഉണ്ടാവും, പല കാര്യങ്ങളും ഒരു ഗ്രൂപ്പിസ് ഉണ്ടാവും. ഇപ്പൊ ഇത് പുറത്തേക്ക് പോകത്തില്ല. നേരെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ ഞങ്ങളെപ്പോലെ ഏതെങ്കിലും ഒരു ഞങ്ങളൊക്കെ തന്നെ വേണമെന്നില്ല, ഏത് കൺസൾട്ടൻസിന്റെ അടുത്ത് വന്നാലും ആ കൺസൾട്ടൻസ് എന്ത് ചെയ്യും, ഒരു ഭയം അതിൻ്റെ ഉള്ളിൽ വരും. ഓട്ടോമാറ്റിക് സ്റ്റാഫിനകത്ത് ക്യാച്ച് ചെയ്യണം, എന്തെങ്കിലും പിടിക്കുമോ എന്നുള്ളൊരു ഭയം അവർക്ക് ഉള്ളിൽ വരും. അപ്പൊ അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. നല്ല സ്റ്റാഫിന് ഞങ്ങൾ റിവാർഡ്സ് കൊടുക്കും. ഞങ്ങളുടെ കമ്പനിയുടെ ഭാഗത്ത് ഞങ്ങൾ സർട്ടിഫിക്കറ്റ്, ഒരു പ്രൈസ് മണി ഞങ്ങൾ കൊടുക്കും.
അതിൽ 2 ടൈപ്പുണ്ട്. ഒന്ന് സിൽവർ എന്ന് പറഞ്ഞൊരു കാറ്റഗറി. ഫസ്റ്റ് ഞങ്ങൾ ടെസ്റ്റ് ഡോസ് ആണ് ഈ സിൽവർ എന്ന് പറഞ്ഞതാണ്. കാരണം കുറച്ച് ആളുകൾ ഞങ്ങൾ നോട്ട് ചെയ്ത് അത് പെർഫോമൻസ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു മോട്ടിവേഷൻ എന്നുള്ളതിൽ ഞങ്ങൾ അവന് ഭയങ്കര വർക്ക് ചെയ്യാറാന്നുള്ളത് ഒരു മീറ്റിംഗിൽ ഇട്ടിട്ട് അവനെ ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ അത് ഒരു ബേസിക് മറ്റുള്ള ആളുകളുടെ ഇപ്പം 30 സ്റ്റാഫുള്ളതിൽ 100 സ്റ്റാഫുള്ളതിൽ 2 പേർക്കായിരിക്കും ഞങ്ങൾ കൊടുക്കുന്നുണ്ടാവും. അപ്പൊ അവന്റെ മറ്റുള്ള മൈൻഡിലൊക്കെ ഞങ്ങൾക്ക് എന്തുകൊണ്ട് കിട്ടിക്കൂടാ എന്നുള്ളൊരു തോട്ട് അവന്റെ മൈൻഡിൽ കിടക്കും. ഞാൻ എന്റെ പണി എളുപ്പമാക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം നോക്കുക. ഞാൻ അവരുടെ അടുത്തേക്ക് ഡീപ്പായി പോകും. എല്ലാവരും തൊഴിൽ കഴിയിട്ടിട്ട് അവരൊപ്പം ചേർത്ത് പിടിച്ചിട്ടാണ് ഞങ്ങളുടെ വർക്കിനെ സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങളുടെ പാറ്റേൺ ഇന്ത്യയിൽ ഡിഫറെന്റ്. ഞങ്ങളൊരു മറ്റുള്ള കൺസൾട്ടൻസിനുമാര് ടൈം കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് അപ്പൊ അവർ പേടിക്കുകയും നമ്മൾ അവരൊപ്പം ഉണ്ട് എന്നൊരു ഫീൽ അവർക്ക് ഉണ്ടെങ്കിൽ അവർ നമ്മൾ പറഞ്ഞത് അനുസരിക്കും. നമുക്ക് എത്ര ടൈം വേണം ഒരു നോർമലി ഒരു ബിസിനസ് കൺസൾട്ടൻസിന് ഡിപ്പെൻഡ്സ് ആണ്. മിനിമം ഒരു 3 to 6 months ഒരു ചേഞ്ചസ് നമുക്ക് കാണും. 6 months to 1 year ആണ് നമ്മൾ എന്ത് ബിസിനസ്സും 1 year നമുക്ക് ടൈം വേണം എങ്കിൽ മാത്രം. ഇപ്പൊ സോഷ്യൽ മീഡിയ ആഡ്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ടൈം പീരീഡ് വേണം. അല്ലാതെ നമ്മൾ ഇന്ന് കൊടുത്ത നാളെ തന്നെ മില്യണിയർ ആകാൻ പറ്റില്ല. ഒരു ബിസിനസ്സൊക്കെ ആരും വെറും ചെയ്യരുത്. ഒരു ബിസിനസ് നമ്മുടെ നാട്ടിലെത്തുമ്പോൾ മലയാളികൾക്ക് ഒരു ചെറിയൊരു ഡ്രോബാക്ക് ഉണ്ട്. പെട്ടെന്ന് പൈസക്കാരനാവണം എന്നുള്ളൊരു തോട്ട് മൈൻഡിൽ എപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ആട് വാങ്ങിയ മുതൽ ഇന്ന് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ വരെ പറഞ്ഞ ആളുകൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് മാറണം. നമ്മളെ പക്ഷേ പൊതുവെ നമ്മൾ മലയാളികളെ കുറ്റം പറയും, മലയാളികളെ പെട്ടെന്ന് കാശുണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്ന്. എനിക്ക് തോന്നുന്നു വേൾഡിൽ എല്ലാവരും അത് തന്നെ ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ അറബ്സിനെറ്റൊക്കെ വന്നിട്ടുണ്ട്, പക്ഷെ അവരാരും ഇതുപോലെ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ ഫീൽഡിൽ. ഇനി മറ്റുള്ള നോർത്ത് ഇന്ത്യൻസുകൾ നോക്കാം, അവര് പണിയെടുക്കുന്നില്ലേ? നല്ല അടിപൊളിയായിട്ട് അവർ ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുന്ന നോർത്ത് ഇന്ത്യൻസ്. തമിഴ്നാട്ടിൽ ഞാൻ ഷിഫ്റ്റ് ചെയ്ത് എനിക്ക് തമിഴ്നാട്ടിൽ നിന്ന് റിസൾട്ട് വളരെ വലുതാണ്. രാവും പകലുമാണ് അവർ എൻ്റെ ഇവിടെ നിന്ന് വർക്ക് ചെയ്തില്ല എൻ്റെ കമ്പനിയിൽ. ഞങ്ങളെ സ്റ്റാഫുകളെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ പാർട്ടാണ്. ഞങ്ങൾ സ്റ്റാഫ് എന്ന് ഞങ്ങൾ പറയാറില്ല. കാരണം എന്താ വെച്ചാൽ സ്റ്റാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊരു അകൽച്ച ഫീൽ ചെയ്യുന്നുണ്ട്. പാർട്ണർ എന്ന് പറയുന്നത് സാലറി കൊടുക്കുന്നുണ്ട്, ബോണസ് കൊടുക്കുന്നുണ്ട്, പ്ലസ് ഞങ്ങളുടെ ഇയർലി ഉള്ള പ്രോഫിറ്റിന് ഷെയർ ഒരു വീതം കൊടുക്കുന്നു. അവർ സാറ്റിസ്ഫൈഡ് ആണ്. അവർ പകുതി ഇത് കഷ്ടപ്പെടുകയാണ്. നമ്മളെക്കാൾ അത്യാവശ്യം അവർക്കായിരിക്കും. അപ്പോൾ അവർ സ്റ്റാഫിനൊന്ന് ചേർത്ത് പിടിച്ചൊക്കെ നിങ്ങളുടെ ലൈഫിൽ വലിയ ചേഞ്ചസ് വരും, നിങ്ങളുടെ ബിസിനസ്സിൽ വലിയ ചേഞ്ചസ് വരും. അവരും ഹാപ്പി, നമ്മളും. ഈ ഇപ്പൊ ഒരു 6 months to 1 year ആണ് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് ഏതൊരു ബിസിനസ്സിന് അല്ലേ? അപ്പൊ അതിന് നമുക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, പലപ്പോഴും പല കൺസൾട്ടൻസും വരുന്ന സമയത്ത് നോർമലി എംപ്ലോയീസ് ചിലപ്പോൾ ഡ്രോപ്പ് ആവും, പലരും റിസൈൻ ചെയ്തു പോകും. കാരണം പുതിയ സിസ്റ്റം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എക്സിസ്റ്റിംഗ് റണ്ണിങ് ബിസിനസിനെ അത് എഫക്ട് ചെയ്യും. അപ്പൊ ഇത് കാണുന്ന സമയത്ത് സംരംഭകൻ പേടിക്കും. അതാണ് അവിടെ അത് ഇവർക്കൊരു ഭീഷണിയായിട്ടുള്ള സംഭവമാണ്. പക്ഷെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം പറഞ്ഞു, ഞങ്ങൾ ആദ്യം ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യം, അവിടെ ഉള്ള സ്റ്റാഫിനെ CV എടുത്ത് അവനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്ത് അവന് മോണിറ്റർ ചെയ്യുന്നുണ്ട്. മോണിറ്റർ ചെയ്തിട്ട് ഇവന് ആപ്റ്റല്ല എങ്കിൽ ഞങ്ങളവിടുന്ന് അവന് മാറ്റും. സ്റ്റാഫ് എന്ന് പറയുന്നത് നമ്മൾ സ്ക്രീൻ ചെയ്യും. അവൻ്റെ CV അവിടെ പോയി കഴിഞ്ഞാൽ അവനെ പഠനം നടത്തും. അപ്പോൾ ഈ ആളുകളെ നമുക്ക് ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ പറ്റും ഒരു ഇന്റർവ്യൂ തന്നെ. കറക്റ്റായിട്ടൊരു ഇന്റർവ്യൂ ഒന്നും ആയിട്ടിരിക്കില്ല പല സ്ഥാപനത്തിൽ ആളുകൾ എടുക്കുന്നുണ്ടാവുക. ആളുകൾ എടുക്കുന്ന എങ്ങനെ കെയർ ഓഫിൽ അല്ലെങ്കിൽ അതിന്റെ ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ ആയിരിക്കും ഒരു സ്ഥാപനത്തിൽ റിക്രൂട്ട്മെന്റ് എടുക്കുക. അതിനെ മാറ്റിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിസ്റ്റം കൊണ്ടുവരിക. എപ്പോഴും ഞങ്ങൾക്കൊക്കെ ഈ ഒരു ഇവാലുവേഷൻ ഫോംസ് ഉണ്ട്, ഒരു കാൻഡിഡേറ്റ് ഇവാലുവേഷൻ എന്നൊരു ഫോം, അസസ്മെന്റ് ഫോംസ് ഉണ്ട്. ഇങ്ങനെ നമ്മൾ ആ ഒരു ടൂൾസുകളൊക്കെ വെച്ചിട്ട് ഇവർ ഇന്റർവ്യൂ ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് ഞങ്ങളൊരു സ്റ്റാഫിനെ ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നുള്ളൂ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇൻഡസ്ട്രിക്ക് വേണ്ടത് ഫസ്റ്റ് സ്റ്റാഫ് ഒരു വലിയ സ്ട്രെങ്ത് ആണ്. അപ്പോൾ സ്റ്റാഫിനെ നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടോ അതിന് ടെർമിനേഷനോ അല്ലെങ്കിൽ ആ പോകുന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൻ്റെ ആറ്റിറ്റ്യൂഡിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാക്കപ്പ് വെക്കും. ഞങ്ങളൊക്കെ HR സൊല്യൂഷൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡിവിഷൻ തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യുന്നത് സ്റ്റാഫ് എക്സ്പീരിയൻസ്ഡ് സ്റ്റാഫിനെ കൊടുക്കും. സ്റ്റാഫിന് HR സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു സെഗ്മെന്റ് തന്നെ ആയിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ സ്റ്റാഫിന് എക്സ്പീരിയൻസ് സ്റ്റാഫിനെ കൊടുക്കും. പിന്നെ ഓരോ ബിസിനസ്സുകാർ ചെയ്യേണ്ട കാര്യങ്ങൾ, അവർ ഫോക്കസ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പ്രധാനമായിട്ട് അക്കൗണ്ട്സിന് ബേസിക് അക്കൗണ്ട്സ് പ്രോപ്പർ ആയിരിക്കുക. ഒരു രൂപ പോലും നമ്മൾ അത് എഴുതി തള്ളാതെ അക്കൗണ്ടബിൾ ആയിരിക്കുക. കൂടാതെ അതിനെ നമ്മൾ മോണിറ്റർ ചെയ്യുന്നു. അത് മോണിറ്റർ ചെയ്യാതെ ഇവൻ പറയുന്നത് മുഴുവൻ ശരിയെന്ന് വിചാരിക്കുന്നതാണ് നമുക്ക് സൗദിയിലൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ. അപ്പോൾ അതിന് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ബേസിക് എലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്ത് ബിസിനസിന്റെ ബേസിക് എന്ന് പറഞ്ഞാൽ അക്കൗണ്ട്സ് ആണ്, ഫൈനാൻസ്.
പിന്നെ അതിനൊരു അച്ചടക്കം ഉണ്ടാക്കാനുള്ള അനാവശ്യമായിട്ടുള്ള എക്സ്പെൻഡിച്ചർ വരുന്നുണ്ട്. അവിടെയാണ് പല ബിസിനസ്സുകാർക്കും കാണാത്ത ഒരു എമൗണ്ട്സ് ആയിട്ട് പോകുന്നത്. അവിടെ ഞങ്ങൾ അത് ക്യാച്ച് ചെയ്യും. അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിയിലായിട്ട് ഫുഡ് വേസ്റ്റേജ് വലിയൊരു ഘടകമാണ്. മറ്റുള്ള ഇൻഡസ്ട്രിയിലായിട്ട് പർച്ചേസ് വലിയൊരു പ്രോബ്ലമാണ്. പർച്ചേസിലൊക്കെ തീഫിങ് ഏറ്റവും കൂടുതൽ കള്ളത്തരം നടക്കുന്നത് മേഖല പർച്ചേസ് മേഖലയാണ്. പർച്ചേസിംഗിലാണെന്ന് തോന്നുന്നു എനിക്ക് പലപ്പോഴും സ്റ്റാഫ് ഒരുപാട് സ്വന്തമായിട്ട് പണം ഉണ്ടാക്കണം. പക്ഷെ അതിനൊക്കെ നമുക്ക് ഒരു സിസ്റ്റം കൊണ്ടുവരാൻ പറ്റും. ഇന്ന് ടെക്നോളജിയുടെ കാലമാണ്. നമുക്കിപ്പോ ഞങ്ങൾ ക്ലയൻസുകളൊക്കെ ഞങ്ങൾ ബൈ ഓൺലൈനിലൂടെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ഇൻഡസ്ട്രിക്കും ഓരോ ബിസിനസ്സുകാർക്കും ടെക്നോളജി യൂസ് ചെയ്താൽ, അങ്ങനെ വിദേശത്താണെങ്കിൽ നാട്ടിലെ ബിസിനസ് പുള്ളിക്ക് അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റിയ ടെക്നോളജി ഉണ്ട്. പക്ഷെ ആളുകൾ അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അതിന് നമ്മളൊരു പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, ബിസിനസ്സിന് ഫസ്റ്റ് ഒരു ഫേസ് എന്ന് പറഞ്ഞാൽ സെയിൽസ് ടീമാണ്. ആ സെയിൽസ് ടീം സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ബാക്ക് എൻഡ് സ്ട്രെങ്ത് ആവുള്ളൂ. അതിലേക്കാണ് മറ്റുള്ള സ്റ്റെപ്പുകളെല്ലാം വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സെയിൽസ് ടീമിനെ പെർഫെക്റ്റ് ആക്കുക, അക്കൗണ്ട്സ് ടീമിനെ പെർഫെക്റ്റ് ആക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ഫസ്റ്റ് ഒരു ഉപദേശമായിട്ടുള്ളൂ. പിന്നെ ഇതിനൊക്കെ കമ്പനിക്ക് ഒരു രൂപരേഖ ഉണ്ടാക്കുക, ഒരു ബിസിനസ് പ്ലാൻ പ്രോപ്പറായിട്ട് എപ്പോഴും കമ്പൾസറി ചെയ്യുന്ന ബിസിനസ് പ്ലാൻ. ആ പ്ലാനിൽ നമ്മൾ പറയും എങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ബിസിനസ് ഒരു ചെറിയ പോയിന്റ് ആയിരിക്കും. ആ പോയിന്റ് നമ്മളത് യൂസ് ചെയ്യും. ഞങ്ങളൊരു റിയാദിലൊരു കമ്പനി ഉണ്ട്, ബിൽഡിംഗ് മെറ്റീരിയൽ. അതും ബിൽഡിംഗ് മെറ്റീരിയൽ എനിക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തൊരു ഫീൽഡായിരുന്നു. അത് നമ്മൾ പോയി പഠിക്കുക ചെയ്തു. പക്ഷെ പുള്ളി നമ്മളോട് പുള്ളി മലയാള ഹംസ എന്നാണ് പുള്ളിയുടെ പേര്, നിലമ്പൂർ സുരേഷ്, റിയാദ്. അപ്പോൾ പുള്ളി ബിസിനസ് ഡെവലപ്പ് ചെയ്ത് സക്സസ് ആയിട്ടുണ്ട്. പക്ഷെ അങ്ങേർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ള ഒരു എക്സ്പെൻഡിച്ചർ കുറക്കുന്നതിന് ഫസ്റ്റ് ഞങ്ങൾ കൊടുത്ത് എക്സ്പെൻഡിച്ചർ കൺട്രോളിലായി. ഇപ്പൊ സെയിൽസ് ബിസിനസ് പ്രോഫിറ്റിലേക്കായി. സെക്കൻഡ് സ്റ്റാഫിന് അടുത്ത് പോയി. അപ്പോൾ അവരവിടെ ഡെവലപ്പ് ആവുന്നത് ഒരു സിസ്റ്റം ജനറേറ്റ് ചെയ്തുകൊണ്ടാണ്. നമ്മളെ ആളുകൾക്ക് ആർക്കും ഇല്ലാത്ത സിസ്റ്റം ഇല്ലാതല്ല. വേഗം ഒരു ഓഫീസ് തുടങ്ങി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഒഴിവാക്കിയ ബിസിനസ് പ്ലാൻ. അതിൽ ഞങ്ങൾ ഇങ്ങേർക്ക് കൊടുത്ത ബിസിനസ് പ്ലാൻ ഞങ്ങൾ ഒരു ചെറിയ ടിപ്പ് അവിടെ പറഞ്ഞുതരാം. അപ്പോൾ അവർ ഈ ഇലക്ട്രീഷ്യന്മാരെ കോൺടാക്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ വേറെ പല സ്ട്രാറ്റജികളുണ്ട്. ആ സ്ട്രാറ്റജി എല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. ഒരു ടിപ്സ് ആയിട്ട് ഒരു 1-2 കാര്യം നമ്മൾ പറഞ്ഞു തോന്നും. അപ്പൊ അത് ഓരോ ബിസിനസ്സിനും ഡിഫറെന്റ് ആയിരിക്കും. നമ്മൾ പുതിയ പുതുമകൾ കൊണ്ടുവരിക. സൂപ്പർ മാർക്കറ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റും വിജയിക്കുന്നില്ല, ചില സൂപ്പർ മാർക്കറ്റ് വിജയിക്കുന്നു. എന്തുകൊണ്ടാണ്? അവിടെ അവന്റെ പോകുന്ന സ്റ്റാഫിന്റെ വെൽക്കം, ഒരു സ്മൈലിംഗ്, അതേപോലെ തന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ, റാക്ക് സെറ്റിംഗ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതേപോലത്തെ ഓരോ ബിസിനസ്സിനും മാനുഫാക്ചറിങ്. സൂപ്പർ മാർക്കറ്റ് ബിസിനസ് സക്സസ്ഫുൾ ആക്കാനായിട്ട് 3 ടിപ്പ് പറയാമോ? സൂപ്പർ മാർക്കറ്റ് ഫസ്റ്റ് വെൽക്കം കസ്റ്റമർ ബെസ്റ്റ് ആയിട്ട് സർവീസ് കൊടുക്കുക എന്നുള്ളതാണ്. അവനെ ഓടിയെത്തി ആ കസ്റ്റമറിന് വേണ്ട പ്രൊഡക്റ്റുകൾ സെലക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക. അതേപോലെ റാക്ക് വളരെ ഇമ്പോർട്ടൻ്റ്, വിസിബിൾ ആയിട്ടുള്ള റാക്ക് സിസ്റ്റം ചെയ്യുക. ഗുഡ് ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കുക. നല്ല അറ്റ്മോസ്ഫിയർ കയറിയത് തീർച്ചയായിട്ടും ആ ഒരു കസ്റ്റമേഴ്സ് നമ്മുടെ അടുത്ത് പോകില്ല. നമ്മൾ കുറെ ഓഫർ ഇട്ടുകൊണ്ട് ബിസിനസ് ഒന്നും വരില്ല. അങ്ങനെ എത്രയോ സൂപ്പർ മാർക്കറ്റ് വിജയിക്കണം. എന്തുകൊണ്ടാണ് ആളുകൾ ബ്രാൻഡഡ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നത്? അതിന്റെ സർവീസാണ്, അതിന്റെ ഡിസ്പ്ലേ, അതിന്റെ സെറ്റിങ്സ്. അപ്പൊ അത് തന്നെയാണ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നത്. പിന്നെ അതിനൊക്കെ ഒരു രൂപരേഖ ഉണ്ടാവണം. നമ്മൾ അതില്ലെങ്കിൽ ഇതൊന്നും നടക്കുകയില്ല. നിങ്ങൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ്സുകളുടെ ബിസിനസ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യും? നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് ബിസിനസ്സുകാർക്കും വേണ്ട മാർഗനിർദ്ദേശങ്ങളും ഗൈഡ് ലൈൻസും ബിസിനസ് പ്ലാനുകളും, അതുപോലെ അവർക്ക് വേണ്ട അവരൊപ്പം നിന്ന് നമ്മൾ സക്സസ് ആക്കി കൊടുക്കുക. ഒരു റെസ്റ്റോറന്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കും. കാരണം ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട്, റെസ്റ്റോറന്റ് ബിസിനസ് തുടങ്ങുന്നു, പൂട്ടുന്നു. ഇപ്പൊ ഈ ഓഫീസിന്റെ താഴെ പോലും റെസ്റ്റോറന്റ് ബിസിനസ് ആയിരുന്നു ആദ്യം ഉണ്ടായത്. അതായത് ആദ്യം ഒരു യൂണിറ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് ചെയ്യുന്നത് എന്താണ്? റെസ്റ്റോറൻ്റ് ആയിരിക്കും ആദ്യം തുടങ്ങുന്നതും ആദ്യം പൂട്ടുന്നതും. സ്ഥാപനം റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റും ആയിരിക്കും. എന്തുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ബിസിനസ് പെട്ടെന്ന് ഇങ്ങനെ? അത് വ്യക്തമായ ഒരു അറിവില്ലാത്തതുകൊണ്ടാണ് ഈ റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രി പൂട്ടാൻ പ്രധാന കാരണം. പിന്നെ ഓവറായിട്ടുള്ളൊരു മെനു, കണ്ടമാനം വാരി വലിച്ച മെനു. അങ്ങനെയല്ല, നമ്മളൊരു സിഗ്നേച്ചർ. അങ്ങനെ എന്തുകൊണ്ട് മാക്ഡൊണാൾഡ്സും KFC ഒക്കെ നിലനിൽക്കുന്നു? മറ്റുള്ള റെസ്റ്റോറൻറ്റ് എന്തുകൊണ്ട് കൊടുക്കും? കാരണം ഓവർ ബോർഡിങ് എക്സ്പെൻസ് കണ്ടമാനം വരുന്നുണ്ട്, പർച്ചേസ് എക്സ്പെൻസ് വരുന്നുണ്ട്, സ്റ്റാഫ്. ഇപ്പോൾ ഒരു ചൈനീസ് ഷെഫ് ഒരു റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ കുറേ സ്റ്റാഫുകളുടെ എണ്ണമാണ്. അപ്പോൾ അതിനവിടെ എക്സ്പെൻഡിച്ചർ കൂടുക ചെയ്യുന്നത്. അതിനെ നമ്മളവിടെ കൺട്രോൾ ചെയ്തിട്ട് ആ എക്സ്പെൻഡിച്ചർ നമ്മൾ മൈനസ് ചെയ്ത് സിഗ്നേച്ചർ പ്രോഡക്ട്സിലേക്ക് എത്തിക്കുക, ഇന്നോവേറ്റീവ് ആയിട്ട് കൊണ്ടുവരിക. പുതുമ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ ബെസ്റ്റ് പ്രോഡക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ വരും.
അപ്പോൾ എന്തായാലും താങ്കളുടെ വളരെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന് നന്ദി. ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഏതൊക്കെ ടൈപ്പ് ഓഫ് ബിസിനസ്സുകളാണ് താങ്കൾ, ഞാൻ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ എല്ലാം കോൺഫിഡൻസ് ആയിരിക്കും, പക്ഷെ ഒരു ടോപ്പ് 3 ടൈപ്പ് ഓഫ് ബിസിനസ്സുകൾ താങ്കൾ കൺസൾട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രി? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് എന്നെ അറിയപ്പെടുന്ന റെസ്റ്റോറന്റ് ഉണ്ട്, പിന്നെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് ഇപ്പൊ വന്നിട്ടുണ്ട്, സൂപ്പർ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇനി പ്രോജക്ട്സ് നമുക്ക് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഞങ്ങൾക്കുണ്ട്. നമുക്ക് അതിനുള്ള ബാക്കപ്പ് ടീമുണ്ട്. IT മേഖലയിൽ നമ്മൾ കൈവച്ചുകൊണ്ടിരിക്കുക. സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, നമ്മുടെ ടീംസ്, അസോസിയേറ്റഡ്. എത്രത്തോളം ഈ ഡിജിറ്റൽ സൊല്യൂഷൻസിന്റെ ഇമ്പോർട്ടൻസ് ഇപ്പോൾ സ്ഥാപനങ്ങളിൽ വരുന്നുണ്ട് നിങ്ങളുടെ ക്ലയൻസിൽ കണ്ടതിൽ വെച്ച്? ഞങ്ങളെ കണ്ട് ഇപ്പൊ മുൻകാലഘട്ടത്തിൽ നമ്മളൊരു ആഡ്സ്, ഞാനൊക്കെ മനോരമയിലും മാതൃഭൂമിയിലൊക്കെ പരസ്യം കൊടുക്കുന്നത് ലക്ഷങ്ങളായിരുന്നു ഒരു അന്നത്തെ കാലത്ത്. ഇന്ന് അതിലും കൂടുതലായിരുന്നു. ഒരു ബാക്ക് എൻഡ് പരസ്യം കൊടുക്കുന്നത് വലിയ എക്സ്പെൻസാണ്. ഇന്ന് ഒരു ഡിജിറ്റൽ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോൾ കുറഞ്ഞ ചെലവിൽ എല്ലാ ജനങ്ങളിലേക്കും കയ്യിൽ മൊബൈൽ ഉണ്ടായതുകൊണ്ട് എല്ലായിടത്തും എത്തിക്കുക. അത് ടാർഗറ്റ് ഓഡിയൻസ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാൻ ഈസിയാണ്. അത് നമുക്ക് സെറ്റ് ചെയ്യാം. അത് കഴിവുള്ള സോഷ്യൽ മീഡിയ. ഇന്ന് ഏറ്റവും വലിയ പ്രശ്നം സോഷ്യൽ മീഡിയനെ ഈ ഡിജിറ്റൽ യുഗത്തിൽ നിന്ന് ആളുകൾ പിന്തിരിയുന്നത് റിസൾട്ട് ഇല്ല എന്ന് പറയാം. അതിനൊരു പ്രധാന കാരണം എന്താ വെച്ചാൽ ഈ ഫ്രീലാൻസറുടെ കടന്നുകയറ്റാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പാറ എന്ന് പറയാം. അവർ വന്നിട്ട് ഇതിനെ മാർക്കറ്റിനെ കൊളാപ്സ് ആക്കി. അവർക്കൊരു ഓഫീസ് ഉണ്ടാവില്ല, വർക്ക് ഫ്രം ഹോമിൽ ഇരുന്ന് ചെയ്യും. എന്നിട്ട് അതിനൊരു കറക്റ്റായ മോണിറ്ററേഷനോ അല്ലെങ്കിൽ ഒരു സെറ്റിങ്സോ കാര്യമൊന്നും ചെയ്യാതെ അവർ ആ ഫണ്ട് വാങ്ങുക, പോവുക. അവർക്ക് ആ ഒരു 3 മാസത്തെ ഒരു ഫണ്ട് ടാർഗറ്റ് ചെയ്ത്, ഞാൻ നേരത്തെ കാൻഡിഡേറ്റ് കുട്ടികളുടെ കാര്യം പറഞ്ഞ ഫ്രീലാൻസ് അവരങ്ങോട്ട് പോകും. അവർക്കൊരു ഐഡന്റിറ്റി ഉണ്ടാവില്ല, ഒരു കമ്പനി ഉണ്ടാവില്ല. ബ്രാൻഡഡ് കമ്പനിയിൽ 10 രൂപ നിങ്ങൾ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാലും നല്ല സർവീസ് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ആകുമ്പോൾ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് റിസൾട്ട്. കാരണം ഞാൻ അതിനൊരു ഉദാഹരണമാണ്. ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് ഞാൻ പോപ്പുലർ ആയിട്ട്. അന്നത്തെ ഒരൊറ്റ പരസ്യത്തില് ഇന്ന് മൗത്ത് അഡ്വർടൈസ്മെന്റിലേക്ക് വന്നു. ഇന്നിപ്പോ ഞാൻ കൂടുതൽ സോഷ്യൽ മീഡിയയിലേക്ക് എൻട്രി ചെയ്യാൻ പോകും. കാരണം ഞങ്ങൾ 50 പേർക്ക് തൊഴിൽ കൊടുക്കണം എന്നൊരു ആഗ്രഹത്തിലാണ് ഇപ്പോൾ ഒരു ടാസ്ക്. ഇപ്പൊ 11 പേരുടെ ടീമാണ് ഞങ്ങൾക്കുള്ളത്. വേർഡ് ഓഫ് മൗത്ത് ആണ് താങ്കളുടെ യഥാർത്ഥ സീക്രട്ട് ഓഫ് യുവർ സക്സസ് അല്ലെ? ഈ വേർഡ് ഓഫ് മൗത്ത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടുള്ള സ്ട്രാറ്റജീസ് അതിന് വളരെ സിമ്പിളാണ്. ബെസ്റ്റ് സർവീസ് കൊടുക്കും, ബെസ്റ്റ് പ്രോഡക്ട്സ് കൊടുക്കും, തീർച്ചയായിട്ടും കസ്റ്റമർ നിങ്ങളെ വിട്ടു പോകില്ല. നമ്മൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് കൊടുത്ത് മോശപ്പെട്ട സർവീസും കൊടുത്ത് പ്രൈസ് കുറച്ച് കൊടുത്തിട്ട് കസ്റ്റമർ വരണമെന്നില്ല. നമ്മൾ ബെസ്റ്റ് പ്രൈസിന് കൊടുക്കുക, നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കുക, സർവീസ് ഏറ്റവും ബെസ്റ്റ്. ഇപ്പൊ നമ്മൾ ഉദാഹരണം പറയുന്നത് റെസ്റ്റോറൻറ്റുകളിൽ നമ്മൾ പോകും, മോശം സ്വഭാവം, നല്ല ഫുഡാണ്, മോശം സ്വഭാവം വെച്ച് പോകത്തില്ല. ചില സ്ഥലത്ത് മോശം പൊട്ട ഫുഡായിരിക്കും, പക്ഷെ സ്റ്റാഫിന് പെരുമാറ്റം കൊണ്ട് നമ്മൾ പോകാറുണ്ട് അല്ലേ? അത് തന്നെയാണ് ഈ ബിസിനസിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള അഡ്വൈസ്. കസ്റ്റമർ റിലേഷൻസ്, സർവീസ്, ക്വാളിറ്റി ഓഫ് ദി പ്രോഡക്റ്റ്. എന്തായാലും ഇന്ന് നമ്മളുടെ കൂടെ ഉണ്ടായിരുന്നത് മുഹമ്മദ് അനൂപ്. അദ്ദേഹം ഒരു ബിസിനസ് കൺസൾട്ടന്റ് ആണ്. നാട്ടിലും ദുബായിലുമായിട്ട് ഒരുപാട് ബിസിനസ്സുകളെ കൺസൾട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഒരു ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ സർവീസ് നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. അദ്ദേഹത്തിന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോന് താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് നോളജ് നിങ്ങൾക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഇനിയും നമുക്ക് മറ്റൊരു വിശിഷ്ട വ്യക്തിയുമായിട്ട് നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ടിൽ ദെൻ, സുബിലാൽ സൈനിങ് ഓഫ്. See you in Growth Factor again.